السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. ഏറെ പ്രിയം നിറഞ്ഞ ഫോക്കസ് അഡ്മിൻസ്, ഫോക്കസ് ഫാക്കൽറ്റീസ്, ഫോക്കസ് PSCയിൽ പുതുതായി ജോയിൻ ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ പുതുതായി തുടങ്ങുന്ന LP UP അറബിക് എക്സാമിലെ ആദ്യത്തെ സെഷനിലാണ് നമ്മളുള്ളത്. ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് വലിയൊരു യാത്ര ആരംഭിക്കുകയാണ്. ഈ ഒരു യാത്രയുടെ തുടക്കത്തിൽ നമ്മളോട് കൂടെ ഇന്ന് നമ്മളുമായി സംവദിക്കുന്നത് ഡോക്ടർ സുലൈമാൻ, ഫാത്തിമ മുനവ്വറ ടീച്ചർ, ഡോക്ടർ ഹാരിസ് അശ്ശരി, ഖാലിദ് സാർ. ഇവരുടെയൊക്കെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അനുഭവങ്ങളും ഒക്കെ നമുക്ക് വരാനുണ്ട്. ഞാൻ എൻ്റെ സംസാരം നീട്ടിക്കൊണ്ടു പോകുന്നില്ല. നമുക്കറിയാം, PSC പോലത്തെ പ്രധാനപ്പെട്ട മത്സര പരീക്ഷകളിൽ നമുക്ക് ലക്ഷ്യത്തിൽ എത്തണമെങ്കിൽ പ്ലാനഡായി മുന്നോട്ട് പോകണം. നമ്മളിൽ പലരും ഒരുപാട് എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. നമ്മുടെ കൂടെ എക്സാമിന് പഠിച്ച പലരും ഇന്ന് ജോലിയിൽ കയറി. നമ്മൾ എന്തുകൊണ്ട് കയറിയില്ല എന്ന് ആലോചിക്കുമ്പോൾ അതിന് നമുക്ക് പല ഉത്തരങ്ങളും ഉണ്ടാവും. അതിൻ്റെ യഥാർത്ഥ റൂട്ടിൽ ഒരു പക്ഷെ നമ്മൾ എത്താത്ത ഒരു കാരണമായിരിക്കാം നമ്മൾ ആ ഒരു ലിസ്റ്റിൽ ഇടം കിട്ടി ജോലിയിൽ എത്താത്തത്. അതിന് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലെത്താൻ PSC പരീക്ഷയിൽ ആദ്യ റാങ്കിലെത്തി വിജയം നേടാൻ, ജോലി നേടാൻ നമുക്ക് സിലബസ് അടിസ്ഥാനത്തിൽ പഠിച്ച് സിസ്റ്റമാറ്റിക്കായി പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ ഒരു ഉദ്ദേശത്തിലാണ്, ലക്ഷ്യത്തിലാണ് നമ്മൾ ഫോക്കസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നിങ്ങളുടെ ഒരു പടി മുന്നിൽ എന്നും ഉണ്ടാവുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അഊദു ബില്ലാഹി ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ്. ഏറെ ആദരണീയരായ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ കോർഡിനേറ്റിംഗ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഫോക്കസ് അക്കാദമിയിലെ ഡയറക്ടർമാരായിട്ടുള്ള ഖാലിദ് സാർ, നസറുദ്ദീൻ സാർ, അതോടൊപ്പം ഫോക്കസിന്റെ പഠന പ്രവർത്തനങ്ങൾ ആരംഭിച്ച സമയം മുതൽ തന്നെ കൂടെ എല്ലാ അർത്ഥത്തിലും ആളുകളായി കൂടെയുള്ള ഫാക്കൽറ്റീസ് മെമ്പേഴ്സും അതിലെ ഡയറക്ടർമാരുടെ അതേ സ്ഥാനത്ത് തന്നെ കൂടെയുള്ള ഡോക്ടർ ഹാരിസ് അശ്ശരി സാർ, അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെഷനിലെ നമുക്കൊക്കെ ഏറെ പ്രചോദനമായി നമ്മോട് സംവദിക്കാനിരിക്കുന്ന ഫാത്തിമ മുനവ്വറ ടീച്ചർ അടക്കമുള്ള ഏറെ സ്നേഹനിധികളായ പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം ഫോക്കസിന്റെ ഫാമിലി മെമ്പേഴ്സിൽ ഉള്ളവരും അല്ലാത്തവരുമായ ഏറെ പ്രിയപ്പെട്ട ഫോക്കസിന്റെ കുടുംബാംഗങ്ങളെ, വളരെ സുപ്രധാനമായ വളരെ പ്രധാനപ്പെട്ട ഒരു മീറ്റിംഗിലേക്ക് ഒരുങ്ങിയാണ് നമ്മളിവിടെ ഇന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകി ഈ ഒരു സമയത്ത് എൻ്റെ സംസാരം അവസാനിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓരോ സമയത്തും സന്ദർഭത്തിലും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് എന്താണോ ആവശ്യമുള്ളതിനാൽ അതിനനുസരിച്ച് കോഴ്സുകളും അതിനനുസരിച്ച് പ്രോഗ്രാമുകളും സെറ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട് അത്തരമൊരു സംസാരത്തിനും അത്തരം ഒരു ഇടപെടലിന് മാത്രമേ ഈ ഒരു സന്ദർഭത്തിൽ നിൽക്കുന്നുള്ളൂ. എന്തൊരു ഉദ്ദേശത്തിലാണോ നമ്മൾ ഒരുമിച്ച് ചേർന്നത് ആ ഉദ്ദേശം സഫലീകരിച്ച് ഏറ്റവും നന്നായി വിജയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സർവശക്തൻ നമ്മെ തുണയ്ക്കുമാറാവട്ടെ. ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ അത് വരാനിരിക്കുന്ന ഒരു പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷനും വളരെ തൊട്ടടുത്തെത്തി നിൽക്കുന്ന HSA പരീക്ഷകൾക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഒരുങ്ങി നിൽക്കുന്നവരാണ് നമ്മൾ. അങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന നമുക്ക് ഏറ്റവും നന്നായി അതിലൊക്കെ പ്രിപ്പയർ ചെയ്യാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന, അതിൽ നമ്മളെ തയ്യാറാക്കുന്ന ഒരു പഠന പ്രവർത്തനങ്ങളുടെ ഒരു പഠനാരംഭം കുറിക്കുന്ന ഒരു പ്രോഗ്രാമിലാണ് സർവശക്തൻ അള്ളാഹുവിന്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ ഒരു മീറ്റിംഗ് ഇവിടെ
സമാരംഭം കുറിച്ചതായി അറിയിക്കുകയാണ്, ഇവിടെ ഇനാഗ്രേറ്റ് ചെയ്തതായി അറിയിക്കുകയാണ്. വർഷങ്ങൾക്ക് മുമ്പേ കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ വെച്ച് നടന്ന വളരെ വിശാലമായ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ, ആ ട്രെയിനിങ് പ്രോഗ്രാമിൽ അത് ലീഡ് ചെയ്യുന്ന വ്യക്തി സാമൂഹിക മാധ്യമങ്ങളിലും അതോടൊപ്പം മോട്ടിവേഷൻ രംഗത്തുമൊക്കെ ഏറെ പ്രസിദ്ധനായിട്ടുള്ള മനഃശാസ്ത്ര ഗവേഷകനായിട്ടുള്ള, അമേരിക്കയിൽ പഠനമൊക്കെ പൂർത്തീകരിച്ച് നാട്ടിൽ വലിയ മൈൻഡ് മാസ്റ്ററി പ്രോഗ്രാമുകളും മൈൻഡ് ട്യൂൺ പ്രോഗ്രാമുകളൊക്കെ നടത്തി കൊണ്ടിരിക്കുന്ന ട്രെയിനർ ആയിട്ടുള്ള ഡോക്ടർ പി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു സെഷൻ നടക്കുകയുണ്ടായി. ഡോക്ടർ പി വിജയൻ സാഹിബിനെ ജസ്റ്റ് നമ്മളൊന്ന് ഗൂഗിൾ ചെയ്യുകയോ നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കുകയോ ചെയ്താൽ ധാരാളം പുസ്തകം രചിച്ചിട്ടുള്ള, ധാരാളം മൈൻഡ് പവറിലൂടെ മൈൻഡ് ട്യൂൺ ചെയ്ത് പലതും നേടിയെടുത്തിട്ടുള്ള ഒരു ഗവേഷകനായിട്ട് നമുക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കും. അന്ന് അദ്ദേഹം വളരെ ഒരുങ്ങി തയ്യാറായി വന്ന് 200-ലേറെ ആളുകൾക്കുള്ള വിശാലമായ സെഷൻ ആരംഭിച്ചത് ഇങ്ങനെയാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും സൂചിപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹം അവിടെ നിന്ന് പറയണ്ടായി, പി വിജയൻ എന്ന് പറയുന്ന ആള് ഒരു മുസ്ലിം ആളൊന്നല്ല, ഹൈന്ദവ സുഹൃത്താണ്, അല്ലെങ്കിൽ ഹൈന്ദവ ഗവേഷകനാണ്. അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെയാണ്: സൂറത്തു ഷംസിലെ 10-ാമത്തെ വചനം, 9ഉം 10ഉം വചനങ്ങൾ പാരായണം ചെയ്താണ് അദ്ദേഹത്തിന്റെ വൈകുന്നേരം വരെയുള്ള സെഷൻ രാവിലെ അദ്ദേഹം ആരംഭം കുറിക്കുന്നത്. നമ്മൾ ഇന്നൊരു പഠന പ്രവർത്തനത്തിൽ സമാരംഭം കുറിക്കുകയാണ്. ആ പഠന പ്രവർത്തനത്തിന് ആരംഭം കുറിക്കുമ്പോൾ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പേ ഡോക്ടർ പി വിജയൻ സാറ് ആ പ്രോഗ്രാം അദ്ദേഹം ആരംഭം കുറിക്കുന്നതാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാനത് സൂചിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ഞാനിങ്ങനെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു സീറ്റ് ഇരിക്കുമ്പോൾ ഞാനിതിങ്ങനെ കേൾക്കുകയാണ്. ഒരു ഹൈന്ദവ സുഹൃത്ത്, എല്ലാവർക്കും ഇതൊക്കെ പഠന വിധേയമാക്കാം, എല്ലാവരും പഠിക്കാം, പാരായണം ചെയ്യാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ സ്പീച്ചും ട്രെയിനിങ്ങും തുടങ്ങുന്നത്, നിങ്ങൾ വിജയിക്കും എങ്ങനെ? നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ മനസ്സിനെ ട്യൂൺ ചെയ്താൽ, അല്ലെങ്കിൽ മനസ്സിനെ നിങ്ങൾ ക്രമീകരിച്ചാൽ, അതിനെ ശുദ്ധീകരിച്ചാൽ, അതിന്റെ പോരായ്മകൾ നികത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ അങ്ങേയറ്റം വിജയിച്ചു വന്നു. അതെല്ലാം മനസ്സിനെ കാണാതെ, ആ മനസ്സിനെ അറിയാതെ നിങ്ങൾ സഞ്ചരിച്ചാൽ, നിങ്ങൾ എത്ര പണിപ്പെട്ട് ഏത് ട്രെയിനിങ് പ്രോഗ്രാമിലെത്തിയാൽ നിങ്ങൾ നശിച്ചു പോകും എന്നുള്ള വിശദീകരണത്തോടുകൂടി ഈ വചനം ഓതിയിട്ടാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വചനം ഓതിയിട്ടാണ് അദ്ദേഹം അന്ന് ആരംഭം കുറിച്ചത് എന്നുള്ളതാണ്. അത് ഞാനിപ്പോൾ ഇങ്ങനെ ഓർത്തെടുക്കുകയാണ്. നമ്മൾ മുന്നോട്ട് പോവാൻ ഈ ആരംഭം കുറിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരുക്കം അത് തന്നെയാണ്. നമ്മൾ മനസ്സിനെ അതിനെ പ്രാപ്തമാക്കുക. നമുക്ക് പലതും നഷ്ടപ്പെട്ടത് ആ മനസ്സിന്റെ ദൗർബല്യം കൊണ്ടും, ആ മനസ്സിൽ മഴക്കാലത്തൊക്കെ നമ്മുടെ മുറ്റത്ത് പോലും മുളച്ചു വന്ന ഈ ചെടികള്, കളകള്, വെറുതെയുള്ള പാഴ്ചെടികളെ പോലെ നമ്മുടെ മനസ്സിൽ കുമിഞ്ഞുകൂടിയ അത്തരത്തിലുള്ള മടിയും അലസതയും ഉദാസീനതയും മറ്റുപേരോടുള്ള ചില മുറുമുറുപ്പും വെറുപ്പും അകൽച്ചയും അങ്ങനെ തുടങ്ങി മനസ്സിൻ്റെതായ കുറേ പ്രശ്നങ്ങൾക്ക് നടുവിൽ, ആ കളകൾക്ക് നടുവിലാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ നമുക്ക് വളരാൻ കുറച്ച് പ്രയാസകരമായിരിക്കും. തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള ആവശ്യമില്ലാത്ത കളകളുടെ വളർച്ച നമ്മളെ മുരടിപ്പിക്കുവാനും, നമുക്ക് ലഭ്യമാകുന്ന വെള്ളവും വളവും ഒക്കെ ചോർന്നു പോകാനും, നമുക്ക് ലഭ്യമാകുന്ന സൗരോർജത്തെ തടസ്സം നിൽക്കാനും ഒക്കെ കാരണമായി നമ്മൾ അവിടെ അങ്ങനെ ഒരു പാറപ്പുറത്തെ ഒരു മുരടിച്ച ചെടി പോലെയായി നമ്മൾ മാറും. അത് മാറാതിരിക്കാൻ നമ്മൾ നമ്മുടെ മനസ്സുകൊണ്ട് ആരംഭിക്കുക, നമ്മുടെ മനസ്സിനെ ട്യൂൺ ചെയ്യുക, മനസ്സിൽ ദൃഢവിശ്വാസത്തോടു കൂടി ഇറങ്ങി പുറപ്പെടുക, മനസ്സിൽ എല്ലാം ഒരു ലക്ഷ്യം മുമ്പിൽ കാണുക. അങ്ങനെ മനസ്സിനെ, മൈൻഡിനെ ട്യൂൺ ചെയ്തുകൊണ്ട് മനസ്സിനെ സജ്ജമാക്കിക്കൊണ്ട് ആരംഭിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എന്റെ പിന്നാലെ വരുന്നവരുടെ സംസാരമൊക്കെ ആ രൂപത്തിൽ മനസ്സറിഞ്ഞ് കേൾക്കാനും മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനും ഈ ഒരു പ്രോഗ്രാം ഏറ്റവും നന്നായിട്ട് മാനസികമായ ഒരു സംതൃപ്തിയോടുകൂടി കാണാനും അതിനെ കൂടുതലായി പഠന വിധേയമാക്കാൻ നമുക്ക് സാധിക്കണം. ഈ ഒരു സമയത്ത് കൂടുതൽ സമയം സംസാരിക്കുന്നില്ല. തുടർന്ന് ഇടക്കിടക്ക് നമ്മുടെ ക്യാമ്പുകളിൽ, നമ്മുടെ ക്ലാസ്സുകളിൽ, നമ്മുടെ പഠന സെഷനുകളിൽ തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെ കണ്ടുമുട്ടിക്കൊണ്ടിരിക്കും. ആ രൂപത്തിൽ നമുക്ക് വീണ്ടും സംസാരിക്കാം. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അതിഥികൾക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ഈ ഒരു സന്ദർഭത്തിൽ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. നല്ല മാനസികമായ സംതൃപ്തിയോടുകൂടി, നല്ല ദൃഢനിശ്ചയത്തോടുകൂടി, നല്ല ഉൾക്കാഴ്ചയോടുകൂടി എല്ലാ അർത്ഥത്തിലും ഒരുങ്ങി
വരുന്ന യഥാർത്ഥ വിജയത്തിലേക്കുള്ള പരീക്ഷകൾക്കുള്ള മുന്നൊരുക്കത്തിൽ ഫോക്കസ് നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ കൂടെ ഉണ്ടാകും. എല്ലാവിധ ആശംസകളും നേർന്ന് അവസാനിപ്പിക്കുന്നു. ജസാക്കുമുല്ലാഹു ഖൈർ. ബറക്കല്ലാഹു ഫീക്കും. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ ജസ്റ്റ് എന്റെ അനുഭവങ്ങൾ മാത്രം ഒന്ന് നിങ്ങളുടെ അടുത്തൊന്ന് പറയാം. ഇതിന്റെ അകത്ത് ഏകദേശം ഇപ്പോ മോർ ദാൻ 280 സംതിങ് ആളുകളുണ്ട് അല്ലെ? ഓക്കെ. അപ്പോ ഇത്രയും PSC ആസ്പിരൻസ് ഈ ഒരു ഇതിന്റെ അകത്തുള്ളത് നമുക്ക് വളരെ വലിയ സന്തോഷമാണ്. നിങ്ങള് ആദ്യം എനിക്ക് നിങ്ങളോട് ഒരേ ഒരു കാര്യം പറയാനുള്ളൂ. ആദ്യമായിട്ടും അവസാനമായിട്ടും അതേ പറയാനുള്ളൂ. എന്താ, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. എന്താ, ഇത്രയേ ഉള്ളൂ. എന്താണ്, എനിക്ക് കിട്ടി, എന്നാ പിന്നെന്ത് ചെയ്യും, നിങ്ങൾക്കും കിട്ടും. എനിക്ക് കിട്ടിക്കൂടും, എന്നാല് നിങ്ങൾക്കും കിട്ടും. അത്ര എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. അപ്പോ ഇത് PSC എന്ന് പറയുന്നത് നമ്മുടെ മറ്റുള്ള മത്സര പരീക്ഷകൾ കേട്ടറ്റ് നേടിയ ആളുകളായിരിക്കും ഒരുവിധ ആളുകൾ ഉണ്ടായിരിക്കുക. നമുക്ക് PSC പറ്റുള്ളൂ. അപ്പോ കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്, ഒരു ഇത്ര മാർക്ക് വാങ്ങിയാല് ഞങ്ങള് നമുക്ക് കേട്ടിട്ട് തരാന്നാണ് പറയുന്നത്. പക്ഷെ PSC വരുമ്പോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കുറച്ച് പേരെ മാത്രമാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോ ആ ബെസ്റ്റിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോ ഫസ്റ്റ് ഒരു PSC പരീക്ഷയിലേക്ക് നമ്മൾ തയ്യാറെടുക്കുമ്പോ ആദ്യമായിട്ട് നമ്മൾ അപ്ലിക്കേഷൻ സമർപ്പിക്കും. അപ്പൊ തന്നെ അവിടെ എന്ത് ചെയ്യും, ജില്ല ചോദിക്കും അല്ലെ? നമ്മുടെ ഹൈസ്കൂൾ വരെയുള്ള പോസ്റ്റുകളൊക്കെ ജില്ലാ ബേസിലാണ്. ഹയർ സെക്കൻഡറി കോളേജിയേറ്റ് തലങ്ങൾ മാത്രമാണ് സ്റ്റേറ്റ് വൈഡ് വരുന്നത്. ബാക്കിയൊക്കെ ജില്ലാ ബേസിലാണ്. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, എവിടെ ഇപ്പൊ അപേക്ഷകർ കൂടുതൽ ഉണ്ടാവുക? മലപ്പുറം കൊടുത്താലോ, മലപ്പുറത്ത് പോസ്റ്റ് കുറെ ഉണ്ടാവും. അല്ല, അവിടെ എല്ലാ ബുദ്ധികള് ഫുള്ള് അവിടേക്കാരം. ഞങ്ങളുടെ കട്ട് ഓഫ് കുതിച്ച് കയറും. അപ്പൊ ഞാൻ മലപ്പുറം വേണ്ട, എന്നാ ഇനി വല്ല കാസർഗോഡും കൊടുത്തു നോക്കാം. അങ്ങനെയൊക്കെ പല രീതിയിൽ നമ്മുടെ മൈൻഡുകൾ പോകും അല്ലെ? ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഒരു കാര്യം, അത് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ക്രിയേഷന് സാധ്യതയുള്ള, ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഉള്ള സ്ഥലങ്ങൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. അതിന് വ്യത്യസ്തമായ അഭിപ്രായമുള്ളവരുണ്ടാകും. ആരും അപേക്ഷിക്കാത്ത ഇടുക്കിയിലും പത്തനംതിട്ടയിലും കോട്ടയത്തൊക്കെ പോയി കൊടുത്തിട്ട് അവിടെ പെട്ടെന്ന് ജോലി കിട്ടും, കുറഞ്ഞ കട്ട് ഓഫ് ഉണ്ടാവുള്ളൂ, ആ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷെ എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായം, നന്നായിട്ട് പഠിച്ച് ഏറ്റവും കൂടുതൽ പോസ്റ്റ് വരാൻ സാധ്യതയുള്ള മലബാർ ഏരിയയിലുള്ള ജില്ലകൾ തന്നെ തെരഞ്ഞെടുക്കലാണ് ഏറ്റവും ബെസ്റ്റ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം കേട്ടോ. എന്റെ പേഴ്സണൽ അഭിപ്രായം മാത്രമാണ്. ഞാൻ ഇന്നുവരെ അപേക്ഷിച്ച PSCകളിലെ മലപ്പുറം ജില്ല ഉണ്ടെങ്കിൽ മലപ്പുറം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മലപ്പുറം ഇല്ലെങ്കിലേ പിന്നെ എന്ത് ചെയ്യലുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് വേറൊരു ജില്ല നോക്കാറുള്ളൂ. മലപ്പുറം മാത്രമല്ല, മലപ്പുറം ജില്ലയിലെ PSC എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിലാണ് ഞാൻ ആദ്യമായിട്ട് ജോലി കയറിയിട്ടുള്ളത്. എന്റെ പ്രൊഫൈൽ ഞാൻ മുമ്പ് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. ഇതാണ് എന്റെ പ്രൊഫൈലിൽ നമ്മളെ റിസൾട്ട് എന്ന് പറയുന്ന ഭാഗം ഉണ്ടല്ല, ആ ഭാഗത്തുള്ള ഒരു സംഗതിയാണ്. അപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ ഏകദേശം ഒരു 10ലധികം ലിസ്റ്റുകളിൽ എന്താണ് നമ്മൾ വന്നിട്ടുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതേപോലെ നിങ്ങളുടെ പ്രൊഫൈലുകളും നിറയും. ഒന്നിലും കയറി കിട്ടിയാൽ മതി മക്കളെ, പിന്നെ PSCന്റെ ചാകരേക്കരം. അതേ പറയാനുള്ളൂ. അപ്പൊ ആ ഒരു ഒന്നിക്ക് നമ്മൾ ആദ്യം എത്തുക എന്നുള്ളതാണ്. പിന്നെ ബാക്കി പിന്നാലെ വൈക്ക് വന്നോളും. അതുകൊണ്ട് വളരെ വ്യവസ്ഥാപിതമായി അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് തുടങ്ങാം. അന്തം വിട്ട് അന്തംഗമ്മികളായി പോയാല് പിന്നെ എന്ത് ചെയ്യും, ആകെപ്പാട് അന്തംഗമ്മിയായിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തുടങ്ങുക. ഓക്കെ, യെസ്, അതാണ് ആദ്യം പറയാനുള്ളത്. അപേക്ഷ സമർപ്പിക്കുമ്പോ തന്നെ ശ്രദ്ധിച്ചു കൊടുക്കുക. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഇത് പറയുമ്പോ എനിക്ക് എന്റെ വരിയിൽ നിന്ന് പോകാനുള്ള എളുപ്പം അത് മാത്രമാണ് ഞാൻ ആകെ പ്രിഫർ ചെയ്യല്. വേറെ അതിന്റെ കട്ട് ഓഫ് ആയിമൊക്കെ ഒന്നും ചിന്തിക്കലില്ല. മലപ്പുറം ഉണ്ടെങ്കിൽ മലപ്പുറമാണ് എല്ലാതും ചൂസ് ചെയ്യാറുള്ളത്. പിന്നെ കോഴിക്കോട് ഉള്ളതാണെങ്കിൽ പിന്നെ അടുത്തത് കോഴിക്കോടാണല്ലോ, കോഴിക്കോട് ചൂസ് ചെയ്യും. പിന്നെ ഇത് കണ്ടോ, കോട്ടയം ഉണ്ട്, കോട്ടയം പോയിട്ടുണ്ട്, പാലക്കാട്, അങ്ങനെ ഓരോ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ലിസ്റ്റുകൾ ഏതായാലും നമ്മുടെ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ക്രിയേഷന് സാധ്യതയുള്ള സ്ഥലം ചൂസ് ചെയ്യാൻ വേണ്ടിക്കാണ്ട് ശ്രമിക്കുക. പക്ഷെ ഞാൻ പറഞ്ഞിട്ട് അത് എടുക്കാൻ നിൽക്കണ്ട. കാരണം
മലപ്പുറം ജില്ലേനേക്കാളും 10ഉം 12ഉം മാർക്ക് താഴെയുള്ള ആളുകൾ പെട്ടെന്ന് വയനാടൊക്കെ ജോലി കയറി പോയിട്ടുള്ള അതും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ മുൻപത്തെ വർഷത്തെ അപ്പോയിന്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ആ രീതിയിൽ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനുള്ളത്, അപേക്ഷ സമർപ്പിക്കാൻ എന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഓക്കെ. പിന്നെ PSC-യിലെ ഇത്രയും റാങ്ക് ലിസ്റ്റിലേക്ക് എന്നെ എത്തിച്ചത് ഈ ഒരൊറ്റ സംഗതിയായിരുന്നു. നോക്കിയേ, എന്റെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് ആണ്, എന്റെ ആദ്യത്തെ PSC റാങ്ക് ലിസ്റ്റ് ആണത്. എന്റെ ആദ്യത്തെ PSC റാങ്ക് ലിസ്റ്റിലെ എന്റെ റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം, കണ്ടോ? നോക്കൂ, ഞാൻ എല്ലാ ഇതിലും പറയുന്ന ഒരു സംഗതിയാണ്. എന്റെ റാങ്ക് ഇതാണ്, 132. 132ാമത്തെ ആളായിരുന്നു ഞാൻ. മലപ്പുറം LP ഇപ്പൊ നിലവിൽ നടന്നുകൊണ്ടിരിക്കുക. അത് റീലിംഗ്വിഷ്മെന്റ് കൊടുത്തു കേട്ടോ. മലപ്പുറം LP ഇതാണ് എന്റെ ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ്. അപ്പൊ 100ന്റെ മേലേക്ക് പോയ ആദ്യത്തെ എന്താണ് എന്റെ ആദ്യത്തെയും അവസാനത്തെയും റാങ്ക് ലിസ്റ്റ് എന്ന് പറയാം. ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഞാൻ വളരെയധികം നിരാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു നിരാശ, ഒരു എന്തോ ഒരു കുറ്റബോധം എന്റെ ഉള്ളിന്റെ അകത്ത് വന്നിരുന്നു. കാരണം ഈ പരീക്ഷയിൽ ഞാൻ ആദ്യമായി എഴുതിയ PSC പരീക്ഷയാണെന്ന് പറയാം. മലപ്പുറം 7/2023 നടന്ന ആ റാങ്ക് ലിസ്റ്റ് വന്ന ആ ഒരു 520/2029 എന്റെ ലൈഫിൽ ഞാൻ എഴുതിയ ഫസ്റ്റ് PSC ആണ്. എന്റെ ഫസ്റ്റ് PSC ആയതുകൊണ്ട് നമുക്ക് ആക്രാന്തം കേട്ടിക്കണം നിങ്ങൾ, ആക്രാന്തം അല്ലേ? 100ൽ 100 കർപ്പിച്ച ആളാണ് ഞാൻ. 100ൽ 100 കർപ്പിച്ചു. അറിഞ്ഞിട്ടൊന്നല്ല, അത് ആദ്യമായിട്ട് പോവല്ലേ, അതിന്റെ ഒരു ഇതില് 100ൽ 100 കർപ്പിച്ചു. അപ്പൊ എന്താ കരുതുക, നമ്മളൊക്കെ കരുതൂല്ലേ, എന്താണ് ഒന്നാണ് ശരിയായ എന്താണ് 1 മാർക്കാണ് കിട്ടിയല്ലേ, 3 തെറ്റിയാലല്ലേ 1 മാർക്ക് പോവുള്ളൂ അല്ലേ? നിങ്ങൾക്കൊക്കെ തോന്നില്ല അങ്ങനെ? 1 ശരിയായാലേ 1 മാർക്ക് കിട്ടിയില്ലേ, പിന്നെ 3 തെറ്റിയാലല്ലേ 1 മാർക്ക് പോവുള്ളൂ എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു, 100 കർപ്പിച്ചു. ഇതില് ജസ്റ്റ് 60ന്റെ ആ ഒരു രീതിക്കാണ് എന്റെ മാർക്ക് വന്നത്. അതുകൊണ്ട് തന്നെ എന്റെ റാങ്ക് പോയത് അങ്ങോട്ടാണ്, 132. അതിമ്മന്നൊരു പാഠം ഉൾക്കൊണ്ട് എന്നെക്കാളും ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു കുറ്റബോധം തോന്നിയറിയില്ല. ഡിഗ്രിക്കും PGക്കും ഒക്കെ എനിക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്കാ. അപ്പൊ ആ ഒരു ഇതിൽ ഞാൻ ദമ്മില് പോയതാണ് PSCക്കും. 100 കടക്കട്ടെ, ഇപ്പൊ കിട്ടും 1ാം റാങ്ക് വിചാരിച്ചിട്ട് പോയതാണ്. എന്നെക്കാളും മാർക്കിലൊക്കെ ഒരുപാട് ബാക്കിലുണ്ടായിരുന്ന ആളുകളൊക്കെ റാങ്ക് ലിസ്റ്റിൽ മുന്നിലേക്ക് കയറിപ്പോയി. ഞാൻ അതാ കിടക്കുന്നത് 132. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നതെന്ന് പറഞ്ഞ പോലെ ആകപ്പാടെ മൂഞ്ചസി ആയി. അതിനാണ് പിന്നെ എന്ത് ചെയ്തത്, ഒരു ഇതിങ്ങനെ ആയാൽ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. എഫേർട്ട് എടുത്തിട്ടുണ്ട്. എഫേർട്ട് എടുക്കാതെ കിട്ടൂല എന്നാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. ഞാന് ഇതിന്റെ അകത്ത് ഈ സെയിം റാങ്ക് ലിസ്റ്റ് തന്നെ 132 വന്നത് പാലക്കാട് ഉണ്ടാവും. ഞാൻ സപ്ലിമെന്ററിയിലാണ് വന്നത്. അപ്പൊ അത്രയും പുറകോട്ട് അടിക്കപ്പെട്ടപ്പോ ഭയങ്കര ഒരു നിരാശ ഉണ്ടാവുകയും പിന്നെ അങ്ങോട്ട് നന്നായിട്ട് ഞാൻ എഫേർട്ട് എടുത്ത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലാണ് പിന്നീട് വന്ന എന്റെ അടുത്ത PSCയുടെ റാങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം. റാങ്ക് 5 ആണ്. കോഴിക്കോടിന്റെ LPയില് റാങ്ക് 5ലേക്ക് എത്താൻ പറ്റി. ഇതിലെ ഫസ്റ്റത്തെ അഡ്വൈസ് സ്റ്റാർട്ട് തന്നെ അഡ്വൈസ് ലഭിച്ചു, അപ്പോയിന്റ്മെന്റ് കിട്ടി. കോഴിക്കോട് ജില്ലയിലെ ചാലിയം GLP സ്കൂളില് അധ്യാപികയായിട്ട് ജോലിയിൽ കയറാൻ സാധിച്ചു 2024 ഓഗസ്റ്റിൽ. അപ്പോ എന്റെ ഒരു അഭിപ്രായത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ്. ഇപ്പൊ കഴിഞ്ഞ PSC ഒന്നും കിട്ടിയിട്ടില്ല, കിട്ടണ്ട, അതൊന്നും ഒരു കുഴപ്പമില്ല. മുമ്പത്തെ പരീക്ഷകളൊന്നും കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇനി വരാൻ പോണ PSCക്ക് നമുക്കൊരു തടസ്സമേ അല്ല. ഷോർട്ട് ലിസ്റ്റിന്റെ അതുപോലെ ഇതിന്റെ ഒന്നും പടി കണ്ടിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നന്നായിട്ട് ഇരുന്ന് എഫേർട്ട് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എക്സാം നിങ്ങൾക്കുള്ളതാണ്, അടുത്ത ലിസ്റ്റ്, അടുത്ത പോസ്റ്റിംഗ് ഉള്ളതാണ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നോക്കുക. അങ്ങനെ സിസ്റ്റമാറ്റിക് ആയി പഠിച്ചാൽ ഇങ്ങനെ ഒരു സാധനം നമ്മളെ പരീക്ഷണം വരും. അപ്പൊ ഉണ്ടാവും നമ്മളെ അല്ലേ, ഇങ്ങനെ ഒരു സാധനം നമ്മളെ പരീക്ഷണം വരും, പോസ്റ്റ്മാൻ കൊടുന്നു വരും. അതുവരെ എന്ത് ചെയ്യും, എന്താണ് ഇതിങ്ങനെ പഠിച്ചാൻ പോയിട്ട് എനിക്ക് തന്നെ PSC എന്ന് നേരം പോലത്തെ PSC ഇറക്കാണ്ട് നിന്ന മുത്തച്ഛി ഇളയച്ചും കുഞ്ഞാമ്മയും എന്താണ് അമ്മായി ഒക്കെ എന്താ ഇജ്ജുണ്ടിട്ടോ വളെ ഇറങ്ങേണ്ട ഒരു നോട്ടുണ്ട് ഈ സാധനം പോസ്റ്റ്മാൻ കൊണ്ടുവരുമ്പോ. ഈ സാധനം കഴിക്കാൻ കിട്ടുമ്പോഴേ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള ഒരു നോട്ടുണ്ട്. അപ്പൊ ആ ഒരു സംഗതി കണ്ടു എന്താണ് സ്വപ്നം കണ്ട് തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. ഓക്കെ. നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളവരൊക്കെ ഒന്നിങ്ങനെ നമ്മൾ അഭിമാനത്തോടെ കൂടെ നോക്കണോ എനിക്കും PSCയോ എനിക്കും PSCയോ എന്ന് പറയുന്ന ആ ഒരു മൊമെന്റ് സ്വപ്നം കണ്ടുകൊണ്ട് പഠിക്കുക കേട്ടോ. ഇങ്ങനെ ഒരു അഡ്വൈസ് നിങ്ങളുടെ അടുത്തേക്കും വരും, ഒരു അപ്പോയിന്റ്മെന്റ് നിങ്ങളുടെ അടുത്തേക്കും വരും. ഓക്കെ. അപ്പൊ അത് വെറുതെ വരൂല. ഇത് നിങ്ങൾക്ക് ഞാനൊരു ജസ്റ്റ് ഒരു സാമ്പിൾ കാണിച്ചതാണ്. എന്റെ ഞാൻ 2024 ഞാൻ ഡെയിലി വേജ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. ആകെ ഒരു പീരീഡോ 2 പീരീഡോ
ഒഴിവുണ്ടാവും. ആ സമയത്ത് മൊത്തം ഇരുന്ന് ജനറൽ പേപ്പറിന്റെ ഫുള്ള് നോട്ട് ഞാൻ ഇതുപോലെ എഴുതി ഉണ്ടാക്കിയിരുന്നു. എന്താ ഗൈഡ് വാങ്ങാൻ കിട്ടൂലേ, ഗൈഡ് വാങ്ങാൻ കിട്ടും. ഫോക്കസിൽ നിന്ന് നല്ല നോട്ട് തരൂലേ, തരും. എന്നാലും അത് നമ്മൾ പഠിക്കുമ്പോ അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വെറുതെ വായിച്ചു പോകുന്നതിന്റെ അപ്പുറം ഓരോരുത്തർക്ക് ഓരോ രീതി ഉണ്ടാവും. ഓരോരുത്തർക്ക് ഓരോ രീതി ഉണ്ടാവും. എന്റെ ഒരു രീതി എന്ന് പറയുന്നത്, എനിക്ക് ഞാൻ എഴുതി പഠിക്കണം. ഇങ്ങനെ കളറൊക്കെ കൊടുത്ത് ഇങ്ങനെ എഴുതി പഠിക്കുമ്പോ എനിക്ക് പരീക്ഷ ഹാളിന്ന് ചിത്രം ഇങ്ങനെ മനസ്സിലേക്ക് ഓർമ്മ വരും. ആ പേജില് അവിടെ ഇവിടെ ഇങ്ങനെ ആ ഒരു ചിത്രം മനസ്സിലേക്ക് ആ ഒരു രീതിയാണ് എന്റെ പഠനത്തിന്റെ രീതി. അത് ഡിഗ്രിയും PG യും പഠിച്ച സമയത്തൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഇങ്ങനെ എഴുതി പഠിക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതിനുവേണ്ടി ഇതാണ്ടോ മലബാർ കലാപം, ഭാഗൻ ട്രാജഡി തുടങ്ങി അങ്ങോട്ട് ഉള്ള ഇത് മൊത്തം എന്താണ് ജനറലിന്റെ ഭാഗം കൃത്യമായി നോട്ട് ഉണ്ടാക്കി പഠിച്ചിട്ടുണ്ടായിരുന്നു. ജനറൽ മാത്രമല്ല, നമ്മുടെ അറബിയിലുള്ള ബലാഗയും അറൂലും ഒക്കെ ലിറ്ററേച്ചർ, താരിഖുൽ അദബുൽ ഖദീം, അബ്ബാസി കാലഘട്ടം വരെയുള്ള ലിറ്ററേച്ചർ അത്രയും കട്ടിയുള്ള ഒരു ഭാഗമുള്ള ഒരു പുസ്തകം ഒക്കെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇരുന്ന് എഫേർട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ എന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുണ്ടാവും, പെഡഗോജിയാണ്. പെഡഗോജിയില് ഞാൻ അപ്ലൈ ചെയ്ത PSC-കളില് ഏറ്റവും കൂടുതൽ പെഡഗോജിന്ന് ക്വസ്റ്റ്യൻസ് വന്നതും ഞാൻ മുന്നത്തെ റാങ്കുകളിലേക്ക് എത്താൻ എന്നെ സഹായിച്ച ഒരു കാര്യമാണ്. കാരണം ഫോക്കസിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ഈ പറയുന്ന 1 മുതൽ 10 വരെ +2 വരെയുള്ള ക്ലാസ്സുകളുടെ ഹാൻഡ് ബുക്കുകളും ടെക്സ്റ്റ് ബുക്കുകളും ഇത് കണ്ടത് ഫുൾ എന്റെ കമ്പ്യൂട്ടറിലെ ഫോൾഡറുകളാണ്, അതിലെ ഫയലുകളാണ്. 1 മുതൽ +2 വരെയുള്ള ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്കുകളും ഹാൻഡ് ബുക്കുകളും റിവൈസ് ചെയ്തിരുന്നു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഒഴിവുള്ള സമയത്ത് അതൊക്കെ നോക്കണം. ടെക്സ്റ്റ് ബുക്കുകളൊക്കെ മാറിയ പുസ്തകങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതുകൊണ്ട് അതും കൂടെ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി റെഫർ ചെയ്തത് കൊണ്ട് കൂടിയാണ് എനിക്ക് PSC-യിലെ റാങ്കിലേക്ക് എത്താൻ പറ്റിയത് എന്നാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് കൂട്ടത്തില് പഠിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അത് ഏതൊരു ടീമിലുണ്ടാവും, പഠിക്കാൻ താല്പര്യമുള്ള കുറച്ച് ആളുകൾ. ഇത് എന്റെ സർക്കിളിലുള്ള, ഞങ്ങൾ ഒരുമിച്ച് ഡിഗ്രിക്കും PG-ക്കും BEd-നൊക്കെ പഠിച്ചിരുന്ന ഒരു 5-6 പേര് ഫ്രണ്ട്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് PSC സ്റ്റഡിയർ. ഞങ്ങൾ വെറുതെ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെ അകത്ത് ഞങ്ങള് കുറച്ച് ഒരുമിച്ച് പഠിച്ച ഫ്രണ്ട്സ് ആണ് ഉണ്ടായിരുന്നത്. ഞങ്ങൾ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ ഒരു ടൈം ടേബിൾ ഒക്കെ ഉണ്ടാക്കി ഗ്രൂപ്പിന് ഐക്കണൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ പഠിച്ചിരുന്നു. അപ്പൊ അത് വളരെയധികം ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. ഇതിന്റെ അകത്തുള്ള ആളുകളിൽ എല്ലാവരും, ഇപ്പൊ ഒരുവിധ ആളുകളൊക്കെ PSC-യിൽ കയറി. സൈഫുന്നീസ കയറി, ആഷിഖാക്ക് ഹൈസ്കൂൾ അഡ്വൈസ് വന്നു, അപ്പോയിന്റ്മെന്റ് ആവാനായി. നാജിയ ലിസ്റ്റിലുണ്ട്. ഇതിന്റെ അകത്തുള്ള ആളുകളൊക്കെ ഒരുവിധം ലിസ്റ്റിൽ വന്നു. അപ്പോ നമ്മുടെ പിയർ ഗ്രൂപ്പിന്റെ സ്റ്റഡി, നമ്മുടെ സെയിം വൈബുള്ള കുറച്ച് ആളെ കണ്ടെത്തിക്കാണ്ട് എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടിട്ട് നിൽക്കുക. താല്പര്യമുള്ളവരെ മാത്രം കൂട്ടിയാൽ മതി കേട്ടോ. നാളെ രാവിലെ 4 മണിക്ക് ഇൽമുൽ ബലാഗ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് 5 മണിയായിട്ടും ഫോൺ എടുക്കണില്ലെങ്കിൽ അപ്പം റിമൂവ് ചെയ്യണം. അങ്ങനത്തെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യരുത്, ആ ഗ്രൂപ്പിൽ ഉണ്ടാവരുത്. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നിങ്ങളെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പുള്ള, പഠിക്കാൻ ആ ഒരു വൈബുള്ള ആളുകളെ മാത്രം ചേർന്നിട്ട് ഒരു ചെറിയൊരു പിയർ ഗ്രൂപ്പ് സെറ്റ് ചെയ്ത് നോക്കി. അതിൻ്റെ അകത്ത് റിസൾട്ട് ഉണ്ടാവും. പരസ്പരം നമുക്കിനൊരു മത്സരം തോന്നും, നമുക്കെന്നെ വേണമെന്നൊരു തോന്നൽ ഉണ്ടായി കിട്ടണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള വൈബ് തരുന്ന ആളുകൾ മാത്രം ചേർത്തിട്ട് നിങ്ങൾ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി പഠിച്ചു നോക്കി. കമ്പൈൻ സ്റ്റഡി നന്നാവും. എപ്പോഴും പഠിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ഫലം ചെയ്യും പഠിപ്പിക്കുന്നത്. പഠിക്കുന്നേക്കാൾ 100 ഇരട്ടി പഠിപ്പിക്കുന്നത് എന്ത് ചെയ്യും, ഫലം ചെയ്യും. ഇതൊന്നും ഞങ്ങൾ കണ്ടോ, റിനൈസൻസ്, ഗ്രാമർ, ബലാഗ, അറൂള് ഇതൊന്നും എന്തായിരുന്നില്ല പഠിക്കലായിരുന്നില്ല. ഓരോരുത്തരും ഓരോ വിഷയം പഠിപ്പിക്കലായിരുന്നു. അത് നമ്മളെ നന്നായിട്ട് എന്ത് ചെയ്യും, ഗുണം ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ആ ഒരു പിയർ ഗ്രൂപ്പിനെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ലൊരു, എന്റെ ലൈഫിൽ നിന്നുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങളടുത്ത് പറയാനുള്ളതാണ്. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയില്ല, പോയ ബസ്സിന് കജ്ജാട്ടിയിട്ട് കാര്യമില്ല എന്ന് വല്ല കേട്ടിട്ടില്ല. പോയ ബസ്സിന് കജ്ജാട്ടിയിട്ട് കാര്യമില്ല. ഞങ്ങൾ മലപ്പുറത്തൊക്കെ പറയലുണ്ട്, പോയ ബസ്സിന് കജ്ജാട്ടിയിട്ട് കാര്യമില്ല. കുറെ ബസ്സുകൾ പോയി അല്ലെ. PSC LP പോയി, ഹൈസ്കൂൾ മലപ്പുറം ഹൈസ്കൂൾ പോയി, ഹയർ സെക്കൻഡറി പോയി, കുറെ ബസ്സുകൾ പോയി. ഇനി കുറച്ച് ബസ് വരാനുണ്ട്. ആ ബസ്സിൽ കയറിക്കോളി. ഇനി ഇവിടുന്ന് അങ്ങോട്ട് വരുന്ന ബസ്സുകള് കുറച്ച് ബസ് കൂടി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ബസ് ഇനി ഇല്ല കേട്ടോ. ബസ് ലാസ്റ്റ് ബസ് ആവാനായിക്കണ്. അതിനെന്താ കാരണം എന്താ അറിയോ? ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ജോലി കയറുന്ന ആളുകളുടെ വയസ്സുകൾ നോക്കിയാൽ നിങ്ങൾ, ഇതൊക്കെ റാങ്ക് ലിസ്റ്റുകളാണ്, നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റുകളാണ് ഇതൊക്കെ. ഇത് എന്റെ ഡേറ്റ് ഓഫ് ബർത്താണ്, 1997 മെയ് 27. ഞാൻ ജോലിയിൽ കയറിയത് 2024 ഓഗസ്റ്റ് 23. ഞാൻ റിട്ടയർഡ് ആവുക ഏത് വർഷമായിരിക്കും നിങ്ങൾ പറയും?
1997 ജനിച്ച് 2024 ജോലി കയറി ഞാൻ. റിട്ടയർഡ് ആവുന്നത് ഏത് വർഷമായിരിക്കും? അള്ളാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മരിച്ചിട്ടില്ലെങ്കിൽ ഏത് വർഷമായിരിക്കും റിട്ടയർഡ് ആവുക? 2057, 2058 വരെ സൂപ്പറാനുവേഷൻ വരെ എന്ത് ചെയ്യേണ്ടി വരും? കാത്തിക്കണം. ഇനി ഇവിടെ നിന്ന് കണ്ടോ, ഈ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ 19 സംതിങ് വരുന്ന ആളുകളാണ് അധികവും കയറുന്നത്. അപ്പൊ ഇനി ഇവര് ഇറങ്ങി പോണെങ്കിൽ എത്ര കൊല്ലം കഴിഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഏതാ ഞാൻ പറഞ്ഞത്, ബസ് PSC ബസ് ലാസ്റ്റ് ബസ് ആവാനേക്കും. ഇപ്പൊ കയറാ, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവൂല. കാരണം ഇറ്റങ്ങളൊക്കെ റിട്ടയർഡ് ആയി പോണ്ടേ. നമ്മൾ റിട്ടയർഡ് ആയി പോയാലേ അടുത്ത പോസ്റ്റ് വരുള്ളൂ. അല്ലെങ്കിൽ പുതിയ പുതിയ പോസ്റ്റ് ഇങ്ങനെ ദിവസം 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 ഉണ്ടായിക്കൊണ്ട് നിൽക്കണം. അതങ്ങനെ ഉണ്ടാവുണ്ടോ? കുറഞ്ഞോണ്ട് നിൽക്കാണ് അല്ലേ? നമ്മളെ എന്റെ പെരയിൽ ഞങ്ങൾ 6 മക്കളുണ്ട്. എത്ര മക്കളാ? 2 മക്കള് അല്ലെ? കുട്ടികൾ കുറയല്ലേ, അപ്പൊ പോസ്റ്റും കുറയും. അതുകൊണ്ട് ഈ ഒരു കാലം നമ്മളെ സ്കൂളുകളിലേക്ക് അറബി വന്ന CHന്റെ കാലഘട്ടത്തില് ഒരുപാട് ആളുകളെ അറബി മാഷന്മാരാക്കി കൊണ്ടുവന്നിരുന്ന ഒരു കാലത്ത് അവരൊക്കെ റിട്ടയർഡ് ആവുന്ന ഈ ഒരു കാലാണ് ഈ ഒരു 2030 വരെയുള്ള വർഷം. അതിന്റെ ഉള്ളിൽ കയറും. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളവരൊക്കെ PSC നിയമനം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കണ്ട. അതുകൊണ്ട് എന്ത് ചെയ്യും, നന്നായിട്ട് ഇപ്പൊ തന്നെ എഫേർട്ട് എടുത്ത് പഠിച്ചോളി, ജോലി കയറാൻ നോക്കിക്കോളൂ. എന്നാലേ കാര്യം ഉണ്ടാവുള്ളൂ. പിന്നെ കുറെ കാലം കഴിയുമ്പോൾ ഇതിന്റെ സാധ്യതകൾ കുറഞ്ഞു വരും, കുട്ടികൾ കുറയും, കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ഒരു സമയം നല്ല സമയമാണ്. നല്ല ഒരുപാട് ലിസ്റ്റുകൾ വന്നതുകൊണ്ട് തന്നെ പലരും ഒരേ ലിസ്റ്റുകൾ ഉണ്ടാവും. പലരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ബാക്കിയുള്ളവർക്ക് ജോലിക്ക് സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഹിർസോടുകൂടെ, താല്പര്യത്തോടുകൂടെ, സൊബറോടുകൂടെ, മുസാബറയോടുകൂടെ അല്ലെ, പെർസിസ്റ്റൻസ്, പേഷ്യൻസ് മാത്രം പോരാ, ക്ഷമ വേണം. അതുപോലെ തന്നെ പെർസിസ്റ്റൻസ്, അതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു കഴിവ് വേണം. നന്നായി ഇന്ന് തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കി കൃത്യമായി ക്ലാസ്സുകളുടെ കൂടെ നന്നായി പഠിക്കുക കേട്ടോ. പ്രധാനപ്പെട്ട പരീക്ഷയിലേക്ക് കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് മൈനസ് മാർക്ക് കുറക്കുക അല്ലെ. 1 എഴുതിയാൽ 1 മാർക്ക് കിട്ടും, 3 തെറ്റിയാലേ 1 മാർക്ക് പോവുള്ളൂ എന്ന് വിചാരിക്കരുത്. കാരണം എന്താണ്, 50 നമ്മൾ എഴുതി അല്ലെ, 50 എഴുതി, 50 നമ്മളത് കുറച്ച് തെറ്റിന്ന് വിചാരിച്ചോളി. 3 തെറ്റിയാ പിന്നെ നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവുക? 50 3 തെറ്റി നമുക്ക് എത്ര മാർക്ക് ഉണ്ടാവും? 50 3 തെറ്റി 1 മാർക്കല്ലേ പോകുള്ളൂ. 49 ആണോ? 49 ആണോ? 46 ഉണ്ടാവുള്ളൂ. നമ്മളിങ്ങനെ വിചാരിക്കുക അങ്ങനെയാണ്. 100 ഞാനിപ്പോ ഏറിപ്പോയൊരു 10-30 അല്ലേ തെറ്റുള്ളൂ. എന്നാലും 70 മാർക്ക് ഉണ്ടാവുമല്ലോ അല്ലെ. അങ്ങനെ ആ രീതിയിലേക്ക് ഒന്നും ചിന്തിച്ച് പോവരുത്. അതുകൊണ്ട് അങ്ങനെ എന്ത് ചെയ്യാ, 1 മാർക്കല്ലേ ഇതാവുള്ളൂ എന്നുള്ള രീതിയിലേക്ക് പോവരുത്. 4 ഓപ്ഷൻ ഇങ്ങനെ കാണുമ്പോ, ഒരേ മാർക്കത്തെ 4 ഓപ്ഷൻ ഇങ്ങനെ കാണുമ്പോ 2 അല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കറക്കി കുത്താൻ പോവാ കേട്ടോ. 4 ഓപ്ഷൻസിൽ 2 എന്തായാലും അല്ല എന്നൊരു ഉറപ്പ് നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഒന്ന് കറക്കി കുത്തി നോക്കാം. പക്ഷെ 4ഉം ഒരു ജനിച്ചിട്ട് ഇന്നുവരെ കാണാത്ത സാധനമാണെങ്കിൽ പിന്നെ നമുക്ക് വെറുതെ മൈനസ് മാർക്കിന് പോകരുത്. ഓക്കെ. അത് പിന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക, മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക, സിലബസിൽ ഫോക്കസ് ചെയ്യുക. നിങ്ങൾ ഫോക്കസ് ചെയ്യൂ, സിലബസിൽ ഫോക്കസ് ചെയ്യൂ, നിങ്ങൾക്ക് PSC കിട്ടും. മിനിമം ഒരു 3 അവറെങ്കിലും മിനിമം പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കണം കേട്ടോ. ഞാനൊരു 3 അവറൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ മിനിമം ഒരു 3 അവറെങ്കിലും ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യേ, ഉപയോഗിക്കുക. എന്നാ കിട്ടും, ഇൻഷാ അല്ലാഹ് കിട്ടും. അങ്ങനെ എന്ത് ചെയ്യും, നമുക്ക് കഴുത്തിൽ ഇങ്ങനെ ഒരു മാല അങ്ങോട്ട് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാന് ഇപ്പൊ അടുത്ത് വരെ PSC എഴുതാൻ പോയ ഒരാളാണ്. ആ PSC എഴുതിയ ഒരാളിന് ഞാനിപ്പോ കഴിഞ്ഞ ശനിയാഴ്ചയാണ് ആദ്യമായി PSC ഡ്യൂട്ടി എടുക്കുന്നത്. PSC ഡ്യൂട്ടി അല്ലെ, നമ്മളിങ്ങനെ PSC പരീക്ഷയ്ക്ക് ഇൻവിജിലേറ്റർ ഈ മാലൊക്കെ ഇങ്ങനെ ഇട്ടിങ്ങനെ നിൽക്കുന്നത് ആലോചിച്ച് നോക്കി. ഒരു രോമാഞ്ചിഫിക്കേഷൻ വരുന്നില്ലേ? അതൊക്കെ ആലോചിച്ചിട്ട് എന്ത് ചെയ്യും, നന്നായിട്ട് പഠിക്കുക. ഇൻഷാ അല്ലാഹ് കിട്ടും. അള്ളാഹു എല്ലാവർക്കും നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി ജോലിയിൽ കയറാനുള്ള തൗഫീക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. ഊസിക്കും ബിദ്ദുആ. സമയം കൂടുതൽ എടുത്തതിന് സോറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇനി നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സെഷനാണ്. നമുക്കറിയാം, ഏതൊരു മത്സര പരീക്ഷയാണെങ്കിലും പ്രത്യേകിച്ച് PSC വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് നഹ്വ്, സർഫ്. ഇപ്പോ അടുത്ത എക്സാമുകളിൽ നഹ്വിന്റെ ക്വസ്റ്റ്യൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കഴിഞ്ഞ 2023-ലോ 2024-ലോ നടന്നൊരു എക്സാമില് നഹ്വ് സർഫിൽ നിന്ന് മാത്രം 28 ക്വസ്റ്റ്യൻസ് വന്നൊരു എക്സാം ഉണ്ടായിരുന്നു. ആകെ അറബിക്കിൽ 80 ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉണ്ടാവുക. ആ 80 ക്വസ്റ്റ്യൻസിൽ 28 ക്വസ്റ്റ്യൻസും നഹ്വും സർഫും കൂടെ. മറ്റ് എക്സാമുകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ്
ഈ ഏരിയയിൽ നിന്ന് വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. PSCയുടെ എല്ലാ എക്സാമിനും അതിന്റെ പ്രാധാന്യം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഫോക്കസിന്റെ തുടക്കം മുതൽ ഫോക്കസിന് നെഹ്വ് എടുത്തു തരുന്നത് ഇന്ന് ഫോക്കസിലൂടെ ജോലിയിൽ കയറിയ, ഫോക്കസിന്റെ ചെറിയൊരു ഹെൽപ്പിലൂടെയെങ്കിലും ജോലിയിൽ കയറിയ എല്ലാവരും അവർക്ക് അവരുടെ വിജയത്തിനൊരു മുഖ്യ കാരണമായ നെഹ്വ് അത് ഹാരിസ് അശ്ശരിയിലൂടെയാണ് ലഭിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വലിയൊരു ഫോക്കസിന് നൽകിയ ഒരു അനുഗ്രഹമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഫോക്കസിന്റെ സ്റ്റുഡൻസിനൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനിയും അദ്ദേഹത്തിന് ഉയർച്ച ഒരുപാട് നൽകട്ടെ. ആമീൻ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽഫായിസീന ബിറല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനാദരവുകൾ നിറഞ്ഞ നസ്രുദ്ദീൻ സാർ, മറ്റു വിദ്യാർത്ഥിനികളെ, വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷത്തിലാണ്. ഫോക്കസിന്റെ പുതിയ ബാച്ചിന്റെ ആരംഭമാണ്. വളരെ വിശാലമായിട്ട് PSC യെ കുറിച്ചും അതിന് പഠിക്കേണ്ട രീതിയെക്കുറിച്ചും ഒക്കെ നിങ്ങൾക്കൊരു മോട്ടിവേഷൻ എന്ന രൂപേണ മുനവ്വറ ടീച്ചർ വിശദമായിട്ട് പറഞ്ഞു തന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട്, പല ആളുകളുടെയും പ്രശ്നം അവർക്ക് ഇങ്ങനെ ഇടക്കിടക്ക് ഒരു മോട്ടിവേഷൻ കിട്ടണം. ഇപ്പൊ നിങ്ങളെ മനസ്സൊക്കെ എന്തായാലും ഇന്നു മുതൽ ഒന്ന് ഉഷാറായിട്ട് പഠനം ആരംഭിക്കണം എന്ന അർത്ഥത്തിലാണ് ഉള്ളത്. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ പിന്നെയും നിങ്ങൾ പഴയ പോലെ ഡള്ളാവും. പിന്നെ അടുത്തൊരു മോട്ടിവേഷൻ കിട്ടണം. ആ രൂപത്തിൽ നിന്ന് മാറിയിട്ട് ഈ കിട്ടിയ മോട്ടിവേഷൻ ഉപയോഗപ്പെടുത്തി നമ്മളൊരു സെൽഫ് മോട്ടിവേറ്റർ ആവുക എന്ന് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ ഏറ്റവും പ്രധാന കാരണമാകും. നമ്മളെ മനസ്സും തന്നെ എനിക്ക് അങ്ങനെ ആക്കണം, ഇങ്ങനെ നേടണം എന്ന നമ്മൾ സ്വയം ഹൃദയമാണല്ലോ കൽബ് എന്ന് പറഞ്ഞാൽ അതിനെ കലബ എന്ന വാക്കിൽ നിന്നാണല്ലോ മാറി മറയുന്നത് എന്ന കൽബിന്റെ അർത്ഥം തന്നെ. അപ്പോ നമ്മളെ മനസ്സുകൾ ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടിരിക്കും. ആ മറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലും നമ്മൾ സ്വയം നമ്മുടെ ശരീരം, നമ്മളെ മനസ്സ് നമ്മൾ വീണ്ടും നമുക്ക് തന്നെ എന്താക്കണം, ഒരു മോട്ടിവേഷൻ കൊടുത്തുകൊണ്ട് ആ ഒരു കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠനത്തിൽ വളരെ ഉപകാരപ്പെടുമെന്ന ഒരു കാര്യം കൂടി ആമുഖമായി പറഞ്ഞു. ഒരുപാട് വിഷയങ്ങൾ നെഹ്വാണ് ഇപ്പൊ ഞാൻ എടുക്കാൻ തുടങ്ങുന്നത്. നസറുദ്ദീൻ സാർ അതിന്റെ ഗുണങ്ങളും അതിന്റെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്ന ഏരിയയാണ് തുടങ്ങിയ കുറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഞാൻ ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരുന്നു. നെഹ്വിന്റെ പ്രാധാന്യമൊന്നും കൂടുതൽ പറയേണ്ടതില്ല, എന്നിരുന്നാലും കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഇൻഷാ അള്ളാഹ് നമുക്കത് ക്ലാസ് ഇന്നൊരു തുടക്കം മാത്രമാണ്. ക്ലാസ്സിന്റെ സമയത്ത് നമുക്ക് പറയാം. കാരണം മാക്സിമം എനിക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ള സമയം അരമണിക്കൂറാണ്. അതിനിടയിൽ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടത് കൊണ്ട് ആമുഖത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. കാരണം സമയം എന്നത് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഞാൻ ജീവിതത്തിൽ പകർത്തിയ, നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് കൃത്യനിഷ്ഠ എന്നുള്ളതാണ്. അരമണിക്കൂറിന് സമയം പറഞ്ഞതും അത് തന്നെ. കൃത്യനിഷ്ഠ എന്നുള്ളതാണ്. നമ്മൾ 9 മണിയാണെങ്കിൽ 9 മണിക്ക്, അത് എന്ത് കാര്യത്തിനും, അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്റെ സമയത്ത് ചെയ്യുക. ഇന്നുള്ളത് നാളേക്ക് ബന്ധിക്കുന്ന ഒരു സ്വഭാവം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് വളരെ ഉപകാരമുണ്ടാവും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഇതിനു വേണ്ടി ഇരുന്ന് പഠിക്കുന്ന ഒരു വ്യക്തിയല്ല. കാരണം എന്നെ കൊണ്ട് ഇങ്ങനെ ഇരുന്ന് പഠിക്കുക എന്നത് സാധിക്കുന്ന ഒരു വ്യക്തിയല്ല. വായിച്ച് പഠിക്കുക എന്നതും വലിയ പ്രയാസമാണ്. എനിക്ക് മനസ്സിലാക്കി പഠിക്കുന്നത് മാത്രം താല്പര്യമുള്ള ആളാണ്. അതുകൊണ്ട് ഹിസ്റ്ററി ആയിരുന്നു എനിക്ക് ഏറ്റവും ബോറുള്ള വിഷയം, കണക്കായിരുന്നു ഏറ്റവും ഇഷ്ടമുള്ള വിഷയം, കാരണം അധികം വായിച്ചു പഠിക്കേണ്ട. പക്ഷെ എന്നിരുന്നാലും ആ സമയത്തിന് എന്താണോ ഞാൻ വിചാരിച്ച കാര്യം, എനിക്കിപ്പോ ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച സബ്മിറ്റ് ചെയ്യാൻ തന്നാൽ ഞാനത് അടുത്ത 31-ാം തീയതി, ഇപ്പൊ 1-ാം തീയതി തന്നത് 31-ാം തീയതി അല്ല 30-ാം തീയതി സബ്മിറ്റ് ചെയ്യണമെങ്കിൽ 1-ാം തീയതി തന്ന അസൈൻമെന്റ് ഞാനൊരു 10-ാം തീയതി നമ്മൾക്ക് തീർത്തിയുണ്ടാവും. പിന്നെ എന്റെ പരിപാടി അതൊന്ന് എഡിറ്റ് ചെയ്യാൻ നന്നാക്കുക എന്നുള്ളതാണ്. അപ്പൊ 30-ാം തീയതി ആകുമ്പോൾക്ക് നല്ല രൂപത്തിൽ അത് സബ്മിറ്റ് ചെയ്യാൻ, ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, PG ഒക്കെ പഠിക്കുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു, ചെയ്യാൻ പറ്റും എന്നത് വലിയൊരു ഗുണമാണ്. എന്നാൽ നമ്മൾ പല ആളുകളും ചെയ്യുന്നത് 30-ാം തീയതി, ഞാൻ PG ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികളോട് പറയാറുണ്ട് 1-ാം തീയതി കൊടുക്കും. അപ്പോൾ ഒരാഴ്ച സമയം കൊടുത്താൽ അവർ പറയും സാറേ സമയം പോരാ, ഒരു 2 ആഴ്ചയും കൂടി വേണമെന്ന്. 2 ആഴ്ച കിട്ടിയാലും 3 ആഴ്ച കിട്ടിയാലും കാര്യമില്ല പലർക്കും. കാരണം 30-ാം തീയതി സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 29-ാം തീയതി രാത്രിയാണ് അന്നത് എടുത്തു നോക്കുക, നാളെയാണല്ലോ ഡേറ്റ് എന്ന് പറഞ്ഞ് അതുവരെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഒരു അവസ്ഥ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് ഒരു പങ്ക്ച്വാലിറ്റി പാലിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ സർവ്വ മേഖലയിലും വിജയം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുകയും
എന്റെ ചെറിയ രൂപത്തിലുള്ള പല വിജയങ്ങൾക്കും എനിക്ക് നിദാനമായത് അതുമാണ് ആമുഖമായി പറഞ്ഞുകൊണ്ട് നഹ്വിന്റെ വിഷയങ്ങളിലൊക്കെ പിന്നീട് നമുക്ക് അതിന്റെ ആമുഖമൊക്കെ പറയാം. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്, നിങ്ങൾക്കറിയാം. ധാരാളം ചോദ്യങ്ങൾ ആ ഭാഗത്തുനിന്ന് വരാറുണ്ട് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. പഴയ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സാറ് തന്നെ സൂചിപ്പിച്ച് 28ഓളം ചോദ്യങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കണം, 80 ചോദ്യമാണ് ടോട്ടൽ അറബിയിൽ നിന്ന് വരുന്നത്. ആ 80 ചോദ്യത്തിന് 28ഓളം ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ എത്രമാത്രം ശതമാനം ഗ്രാമറിന് പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. മാത്രമല്ല അറബി ഭാഷ നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും പഠിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ, വെറുതെ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ ഉരുണ്ട് പോകുന്നല്ലാതെ ആത്മാർത്ഥമായി, അല്ലെ, നമ്മൾ നിങ്ങൾ പ്രവാചകൻ ഇഷ്ടപ്പെടുന്നെങ്കിൽ അറബി ഭാഷ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഭാഷയോട് നമുക്ക് സ്നേഹമുണ്ട് എങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഭാഷ പഠിക്കാൻ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നഹ്വ് എന്നത്. നഹ്വ് സർഫ് നന്നായിട്ട് ആക്കിയ ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് എഴുതാനാണെങ്കിലും വായിക്കാനാണെങ്കിലും ബാക്കി എല്ലാ കാര്യത്തിനും വളരെ അത് സൗകര്യമാവുകയും അത് ഉപകാരപ്പെടുകയും ചെയ്യും. അങ്ങനെ 2 ഗുണങ്ങളുണ്ട് ഈ ഒരു ഗ്രാമർ പഠനത്തിലൂടെ. പല വിഷയങ്ങൾക്കും ചിലപ്പോൾ അത് ഉണ്ടാവില്ല, ചിലത് പരീക്ഷകൾക്ക് മതിയാകും, ചിലത് ഭാഷ പഠിക്കാൻ അതിന്റെ ആവശ്യം ഉണ്ടായിന്ന് തന്നെ വരൂല, അങ്ങനത്തെ വിഷയങ്ങളുണ്ടാവും. പക്ഷെ ഈ ഗ്രാമറിനെ സംബന്ധിച്ച് പരീക്ഷകൾക്കും പ്രാധാന്യമാണ്. അതോടൊപ്പം ഈ പറയപ്പെട്ട ഭാഷ ഇഷ്ടപ്പെടുന്ന, ഭാഷയെ സ്നേഹിക്കുന്ന, ഭാഷ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് നമ്മൾ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പരീക്ഷകൾക്ക് പലപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയയിൽപ്പെട്ട ചെറിയൊരു ഭാഗം മാത്രം ആമുഖമായി. കാരണം ഒരു തുടക്കമാണ്, വിദായത്തു ദർസാണ്. ആ ഒരു വിദായത്തു ദർസിൽ നമുക്കൊന്ന് തുടങ്ങി വെക്കുകയാണ്. ഇതിന്റെ തന്നെ വിശാലമായ ക്ലാസ് പിന്നീട് ഇൻഷാ അല്ലാഹ് വരുന്നതാണ്. ഇബ്ദാൽ ഇഅ്ലാൽ എന്ന് പറയുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എന്നാൽ പലർക്കും പരീക്ഷകൾക്ക് തെറ്റിപ്പോകുന്ന 2 ഏരിയയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്. പരീക്ഷയ്ക്ക് ഒരു വിധമൊക്കെ അതിൽ നിന്ന് വരാറുണ്ട്, എന്നാൽ അത് നന്നായിട്ട് പഠിച്ചാൽ എളുപ്പവുമാണ്. നഹ്വ് തന്നെ അങ്ങനെയാണ്. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ അന്ന് മുതൽ കുട്ടികളോട് പറയുന്ന ഒരു കാര്യം, നഹ്വ് നിങ്ങൾക്ക് പ്രയാസമാവാൻ കാരണം നിങ്ങൾ തന്നെയാണ്. കാരണം നമ്മൾ അതിനെക്കുറിച്ച് ഇതെന്തോ ബാലികറാമലയാണ്, വലിയ പ്രയാസമാണ്, ഇത് എനിക്ക് കഴിയില്ല എന്ന ചിന്തയാണ് നഹ്വിനെ പ്രയാസമാക്കാൻ കാരണം. എന്ത് കാര്യവും അങ്ങനെ തന്നെയാണല്ലോ. നമ്മുടെ മനസ്സിനനുസരിച്ച് കൊണ്ടാണ് ബാക്കിയുള്ള അവയവങ്ങൾ പ്രവർത്തിക്കാന്ന സൈക്കോളജിയിൽ പോലും പറയുന്നത്. നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലൊരു കാര്യം തീരുമാനിച്ചാൽ ആ കാര്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. എന്നാൽ എന്നെ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചാൽ ആ കാര്യം വളരെ ഈസി ആയിട്ട് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചിന്താഗതിയാണ് ആദ്യം മാറ്റേണ്ടത്. നഹ്വ് എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള ഒരു ഏരിയ അല്ല, വളരെ രസകരമായിട്ട് പഠിക്കാൻ പറ്റിയ, വളരെ സന്തോഷത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ, നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വിജ്ഞാനമാണ് നഹ്വ് എന്നുള്ളത്. അതുകൊണ്ട് അതിൽ ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പരീക്ഷകൾക്ക് വരുന്ന, എന്നാൽ കുട്ടികൾ കൺഫ്യൂഷനായി അങ്ങനെ തെറ്റിക്കുന്ന 2 ഏരിയകൾ ഞാൻ പറയാറുള്ളത്. ഒന്ന് അദദ് മഅദൂദാണ്. അത് പഠിച്ചാൽ വളരെ രസമാണ്. അത് പഠിച്ചാൽ എന്തായാലും 1ഓ 2ഓ ചോദ്യങ്ങളൊക്കെ അതിൽ നിന്ന് വരാറുണ്ട്. ഒരു ചോദ്യം വരാത്തൊരു പരീക്ഷ ഞാൻ കണ്ടിട്ടില്ല. മറ്റൊരു ഏരിയയാണ് ഇബ്ദാൽ വൽ ഇഅ്ലാൽ എന്നറിയപ്പെടുന്ന ഏരിയ. ഇതിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ വരാറുണ്ട്. എന്നാൽ ഇത് പഠിച്ചാലും ആ ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഭാഷയുടെ പ്രയോഗത്തിൽ വരുന്ന ഏതാണ് അതിന്റെ റൂട്ട് വേർഡ് എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കുന്ന നല്ല രസകരമായ ഒരു വിജ്ഞാനമാണ് ഇബ്ദാൽ ഇഅ്ലാൽ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു ഹർഫിന്റെ പകരം മറ്റൊരു ഹർഫിനെ ആക്കുന്നതിന് ഇബ്ദാൽ, ബദല, അബ്ദല, അതിന്റെ ബദലയുടെ അഫ്അല വസന അബ്ദല, അബ്ദല യുബ്ദിലു ഇബ്ദാൽ, മാറ്റം വരുത്തുക. ഒരു ഹർഫിന്റെ സ്ഥാനത്ത് മറ്റൊന്നിനെ കൊണ്ടുവന്നാൽ അതിന് പറയുന്ന പേരാണ് ഇബ്ദാൽ എന്ന്. എന്നാൽ അത് ഇഅ്ലാൽ എന്ന് പറയുന്നത് ആ മാറ്റുന്ന ഹർഫ് ഇല്ലത്തിന്റെ അക്ഷരമാണെങ്കിൽ, അലിഫോ വാവോ യാഓ ആണെങ്കിൽ അതിന് ഇഅ്ലാൽ എന്ന പേരും പറയും. അത്രേ ഉള്ളൂ. അതായത് വാവോ യാഓ അലിഫോ ആണ് മാറ്റപ്പെടുന്ന പദമെങ്കിൽ അത് ഇഅ്ലാൽ അതിന് പേര് പറയും. ഇബ്ദാൽ എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു പദത്തിന് പകരം മറ്റൊന്ന് കൊണ്ടുവരാം എന്ന് പറഞ്ഞാൽ ഇബ്ദാൽ എന്ന് പറയുന്നത് ആമാണ്, ഇഅ്ലാൽ എന്ന് പറയുന്നത് ഖാസാണ്. ഇഅ്ലാൽ എന്ന് പറയുന്നത് ഖാസാണ്. അപ്പൊ വാവിനെ മാറ്റിയിട്ട് മറ്റൊരു പദം കൊണ്ടുവന്നാൽ അതിന് ഇഅ്ലാൽ എന്നും പറയാം, ഇബ്ദാൽ എന്നും പറയാം. കാരണം എന്തുകൊണ്ട്? വാവിന്റെ സ്ഥാനത്ത് മറ്റൊരു ഹർഫ് കൊണ്ടുവന്നുകൊണ്ട് ഇബ്ദാലാണ്.
എന്നാൽ താഇനെ മാറ്റി ത്വാ ആക്കുന്നുണ്ടെങ്കിൽ അതിന് ഇബ്ദാലിനെ പറയാൻ പറ്റൂ, ഇഴലാൽ എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവിടെ ഇല്ലത്തിന്റെ അക്ഷരം ഇല്ല. ആ ഒരു വ്യത്യാസമുണ്ട് എന്നല്ലാതെ സംഭവം ഇത് തന്നെയാണ് അൽ ഇബ്ദാൽ വൽ ഇഴലാൽ എന്ന് ചേർത്തി പറയുന്നത്. ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് 9 ഹർഫുകളാണ് ഇബ്ദാലിന് വേണ്ടി വരുന്നത്. ഹാ, ദാല്, ഹംസ, താ, മീമ്, വാവ്, ത്വാ, യാ, അലിഫ്. ഈ പദങ്ങളൊക്കെയാണ് മാറ്റം വരുന്ന ഇബ്ദാലിന്റെ ഹർഫുകൾ. ഹദഅത്ത് മൂത്തിയ എന്ന് ചേർത്ത് പറയാറുണ്ട് നമ്മൾ. അത്തൈനൊക്കെ ഹംസ, താ, നൂന് മുദാറഅത്തിന് പഠിക്കുന്ന പോലെ ഹദഅത്ത മൂത്തിയ എന്ന് പറഞ്ഞാൽ ഇതിൽ 9 അക്ഷരങ്ങളും വന്നു. ആ വേടങ്ങ് പഠിച്ചാൽ മതി. ഹ, ദാല്, ഹംസ, താ, മീമ്, വാവ്, ത്വാ, യാ, അലിഫ്. ഈ 9 ഹർഫുകളാണ് ഇബ്ദാലിന്റെ ഹർഫുകൾ. ഇതാണ് ഇബ്ദാൽ ഇഴലാലിന്റെ ആമുഖമായിട്ട് പറയുന്നത്. ഇനി ഇതിൽപ്പെട്ട ഒരു ഏരിയയിൽ ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ക്ലാസ് അവസാനിപ്പിക്കും. അപ്പോൾ ആദ്യമായിട്ട് അതിനു മുൻപേ ആ ഏരിയയിൽ നിന്ന് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതും വരാൻ സാധ്യതയുള്ളതുമായ ചില ചോദ്യങ്ങൾ ആദ്യമായിട്ട് സമർപ്പിക്കുകയാണ്. അതിന് ആൻസറുകൾ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കണം. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട വിഷയം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കുകയും ചെയ്യാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ തുടങ്ങിയല്ലേ? അപ്പൊ ഇബ്ദാൽ എന്താ ഇഴലാൽ എന്താ ഞാൻ ആമുഖം പറഞ്ഞതാണ്. ഇനി ആ ചോദ്യത്തിലേക്ക് കടന്ന് ആ ചോദ്യത്തിൽ വന്ന ഇബ്ദാൽ ഇഴലാൽ ഏതാണ് എന്ന് പഠിപ്പിച്ചു തരും മാത്രമേ ഇന്നുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ കൃത്യമായിട്ട് ഇടപെടുകയും സംശയങ്ങൾ ചോദിക്കുകയും അതുപോലെ തന്നെ നല്ല രൂപത്തിൽ കൃത്യമായിട്ട് പഠിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഈ നഹ്വ് എന്നത് രസകരമായിട്ട് പോകാൻ കഴിയും. അപ്പൊ നമുക്ക് ചോദ്യം നമ്പർ 1 കിടക്കാം. ആൻസർ അയച്ചോളൂ. വലഖദ് ജാഅഹും മിനൽ അംബാഇ മാ ഫീഹി മുസ്ദജർ. ഓക്കെ, വെരി ഗുഡ്. അധിക ആളുകൾ ബി തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ശരി, ആൻസർ ബി തന്നെയാണ്. മുഫ്തഅൽ എന്ന വസനാണ് മുസ്ദജർ. അതെങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് ശേഷം പറയാം. മുസ്ദജർ എന്നുള്ളത് കറക്റ്റ് അസ്ല് മുസ്തജർ എന്നാണ്. താഇനെ മാറ്റി ദാലാക്കിയതാണ്. മുസ്തജറിന്റെ അസ്ല് മുഫ്തഅൽ എന്ന് തന്നെ. ഇഫ്തഅല വസനാണ് ഇസ്തജർ. ഓക്കെ, അണ്ടർലൈൻ ചെയ്യാൻ മറന്നു പോയിട്ടുണ്ട്, നോക്കണ്ട. യഹിസിമൂൻ എന്ന പദമാണ് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. ഞാൻ ചെയ്യാൻ വിട്ടുപോയതാണ്. യഹിസിമൂൻ പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ് ഇതൊക്കെ. യഹിസിമൂൻ എന്നതിൻ്റെതാ ചോദിച്ചത്, അതിന്റെ അസുല്. ഓക്കെ, ആൻസർ യഖ്തസിമൂൻ എന്ന് തന്നെയാണ്. യഹിസിമൂൻ എന്നതിൻ്റെത്. ഹസമ എന്നതിന്റെ ഇഫ്തഅല വസനാണ് ഇഖ്തസമ. ഇഖ്തസമ മാറിയാണ് ഇഖ്തസമ യഖ്തസിമു എന്നുള്ളതാണ്. യഹിസിമൂൻ എന്നായിട്ട് മാറും. വൽ ഖമരി ഇദ തസഖ വസ്നു കലിമത്ത് ഇത്തസഖ. ഓക്കെ, ശരിയായത് ഇഫ്തഅല വസ്ന് തന്നെയാണ്. വസഖ എന്നതിന്റെ ഇഫ്തഅലയാണ് ഇബ്തസഖ. ഇബ്തസഖ എന്ന വാവിനെ താ ആക്കിയിട്ട് മാറ്റി ഇദ്ഗാം ചെയ്താണ് ഇത്തസഖ എന്നായിട്ടുള്ളത്. ഇഫ്തഅല വസ്ന് തന്നെയാണ്. വലഖദ് തറക്നാഹ ആയതൻ ഫഹൽ മിൻ മുദ്ദക്കിർ. മുദ്ദക്കിർ എന്നതിന്റെ അസ്ല് മീൻസ് വസ്ന്. സിയും ഡിയും ഉണ്ട്. ആരെ എഫ് ഒക്കെ അയച്ചല്ലോ. സുബ്ഹാനല്ല, ബിയും വന്നു. ഓക്കെ, ശരിയായത് മുസ്തക്കിർ എന്ന് തന്നെയാണ്. മുസ്തക്കിർ. ഇദ്തക്കറ എന്നതാണ്. ദാലിനെ മാറ്റി താഇനെ മാറ്റി ദാലാക്കി ഇദ്ഗാം ചെയ്ത് ഇദ്ദക്കറ എന്നായി. ഇദ്ദക്കറ എന്നതിന്റെ ഇസ്മു ഫായിലാണ് മുദ്ദക്കിർ. അപ്പം അത് മുദ്തക്കിർ എന്നാണ് അസ്ല്. ഡി ആണ് ശരിയായത്. നമുക്ക് പറയാം. ലഹും ഫിഹാ ഫാക്കിഹത്തും വലഹും മാ യദ്ദഉൻ. യദ്ദഉൻ എന്നതിന്റെ വസനം ശരിയായത് എ ആണ്. യഫ്തഇലൂൻ എന്നാണ്. യദ്ദഉൻ എന്നുള്ളത് ദഅ എന്നതിന്റെ ഇഫ്തഅല വസനാണ് ഇദ്തഅ. ഇദ്തഅ എന്നുള്ളത് ഇദ്ദഅനാക്കിയിട്ട് അത് ഇദ്ദഅയുടെ മുളാരിയാണ് യദ്ദഇ. യദ്ദഇ, യദ്ദഇയാനി, യദ്ദഊന എന്നുള്ളത് യഫ്തഇലൂൻ എന്ന വസനാണ്. ഇഫ്തഅല വസനാണ് ദഅയുടെ. അതിന്റെ മുളാരിയാണ് ഇദ്ദഅ, യദ്ദഇ എന്നുള്ളത്. അതിന്റെ ജമ്മ മുദക്കർ രൂപമാണ് യദ്ദഊൻ എന്നുള്ളത്. ഇതൊക്കെ ഖുർആനിലെ ആയത്തുകളാണ്. ഖുർആനത്തത് പരീക്ഷയ്ക്ക് ധാരാളം ചോദിക്കാറുണ്ട്. മാത്രമല്ല നമ്മളൊക്കെ ഖുർആൻ ഓതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അപ്പൊ അത് എവിടുന്ന് വന്നു എന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ഇൽമ് പഠിച്ചു കഴിഞ്ഞാൽ, ഇബ്ദാൽ ഇഴലാൽ പഠിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യമാണ്. ഇയാൾ വിഷയത്തിലേക്ക് കടക്കും. ഇത്തഖ എന്നതിന്റെ വസനം. ഓക്കെ, ശരിയായത് ഒന്നാമത്തെ തന്നെ ഇഫ്തഅലയാണ്. വഖാ. വഖാ എന്നതിന്റെ ഇഫ്തഅല വസനാണ് ഇവ്തഖ. ആ ഇവ്തഖ എന്നുള്ളത് ഇത്തഖ എന്നായി മാറുന്നതാണ്. അങ്ങനെ വസന് ഇഫ്തഅലയാണ് ഇതും വന്നിട്ടുള്ളത്. ഇപ്പൊ ഞാൻ 6 ചോദ്യങ്ങൾ ചോദിച്ചു. ഈ 6 നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എല്ലാത്തിനും ഏത് വസനാണ് വന്നത്? ഇഫ്തഅല വസനാണ്. ക്ലിയർ ആയിട്ടോ? ഞാൻ ചോദിച്ച 6 ചോദ്യത്തിലും വന്ന വസന് ഇഫ്തഅലയുടെ വ്യത്യസ്ത രൂപങ്ങളാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത്
ഇഫ്താല എന്നൊരു വസനിൽ ധാരാളം ഇബ്ദാൽ ഇഴലാൽ നടക്കുന്ന ഒരു വസനാണ്. അതിൽ വരുന്ന ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഇബ്ദാൽ ഇഴലാൽ ഇബ്ദാൽ എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആ ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കും. ആദ്യമായിട്ടെങ്കിൽ അതിലേക്ക് കടക്കാം. ഇഫ്താല വസനിന്റെ ഒന്നാമത് വാവിനെയും യാഇനെയും മറച്ച് താ ആക്കുക. ഇഫ്താലയിൽ വരുന്ന ഒന്നാമത്തതാണ് ഖൽബുൽ വാവി വൽ യാഇ താൻ. വാവിനെയും യാഇനെയും മാറ്റി താ ആക്കുക എന്നുള്ളതാണ് ഒന്നാമത്. എപ്പോഴാണ് നോക്കാം. ഇദാ വഖഅത് അൽ വാവു അവിൽ യാഉ ഖബ്ല താഇൽ ഇഫ്തിആൽ വമാ തുസ്റഫു മിൻഹു തുഖലബു താൻ. വാവോ യാഓ ഇഫ്തിആൽ എന്ന താഇന്റെ മുമ്പ് എന്ന് പറഞ്ഞാൽ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാഓ വന്നാൽ, ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാഓ വന്നാൽ, ഒന്നും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ മിസാലായ, മിസാൽ എന്ന് പറഞ്ഞാൽ ഫാഫീല് മുഴത്തല്ലായ ഫീല്, മിസാലായതിനെ ഇഫ്താലാക്കിയാൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. മിസാലായ ഒരു ഫീല് അപ്പൊ എന്തായിരിക്കും? വഅദ. വഅദ എന്നത് ഫാഇന്റെ സ്ഥാനത്ത് ഫഅലയല്ലേ, ഫഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവാണ്. അപ്പൊ അതിനെ ഇഫ്താലയാക്കുമ്പോ ഇവ് തഅദ എന്നാണ് വരിക. അങ്ങനെ ഫാഇന്റെ സ്ഥാനത്ത് ഇഫ്താലയാക്കുമ്പോൾ വാവോ അല്ലെങ്കിൽ യാഓ വന്നു കഴിഞ്ഞാൽ ആ വാവിനെയും യാഇനെയും താ ആക്കൽ നിർബന്ധമാണ്. എന്നിട്ട് ഇദ്ഗാം ചെയ്തുകൊണ്ട് പറയണം. ഇതാണ് ഒന്നാമത്തെ ഇഫ്താല ബാബിലുള്ള ഇബ്ദാൽ ഇഴലാൽ വരുന്നത്. ഇപ്പൊ വസ്വല എന്നുള്ളത് ഒരു ഫിയലാണ്. വസലയുടെ നമ്മൾ എപ്പോഴും വന്ന് ഇത്തിസാൽ ആണ്. എത്ര സ്ഥലത്തും നിങ്ങളോട് ഞാൻ കോണ്ടാക്ട് ചെയ്തു, കണക്ട് ചെയ്തു. ഇത്തിസാലിന് എപ്പോഴും പറയും. പക്ഷെ എന്താണ് ഇത്തിസാൽ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഏത് വസനാണ്, ഏതാ അതിന്റെ സുലാസി മുജറദ് രൂപം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് ഈ ഒരു അറിവില്ലാത്തത് കൊണ്ടാണ്. വസലയുടെ ഇഫ്താല വസനാണ് ഇവ് തസല. ഇവ് തസല എന്നുള്ള എന്ത് ചെയ്തു? ഈ പറഞ്ഞതുപോലെ വാവ് വന്നത് കണ്ടല്ലോ, ഇഫാന്റെ സ്ഥാനത്ത് വാവ് വന്നപ്പോൾ വാവിനെ മറിച്ച് ആക്കി ഇദ്ഗാം ചെയ്തു. ഇത്തസല. അങ്ങനെ ഇത്തസല യത്തസിലു ഇത്തിസാൽ എന്ന് പറയുന്നത് ആ രൂപത്തിൽ വരുന്നതാണ് വസല. ഇപ്പൊ യസറ, യാ വന്നൊരു ഉദാഹരണം കൊടുത്തേ ഉള്ളൂ. യസറ, ഈ ഇത്തസറ എന്നുള്ളോ ഞാൻ ഏറ്റവും അവസാനം എഴുതിയ രൂപം അതിന്റെ യഥാർത്ഥത്തിൽ വരുന്ന രൂപമാണ്. പിന്നീട് മാറ്റം വരുത്തിയ രൂപം നടുക്ക് എഴുതിയത്. ഈ ഇത്തസറ എന്നുണ്ടാവും. യസറയുടെ ഈ ഇത്തസറ എന്നുണ്ടാവും. അതിനെ യാഇൻ എന്ത് ചെയ്തു? താ ആക്കിയിട്ട് ഇദ്ഗാം മാറ്റി ഇദ്ഗാം ചെയ്യുമ്പോൾ ഇത്തസറ എന്നായി. അപ്പൊ ഒന്നാമത്തെ നിയമം അതാണ്. വാവിനെയും യാഇനെയും താ ആക്കി മാറ്റുക. ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാഓ വന്നു കഴിഞ്ഞാൽ അതിനെ താ ആക്കൽ നിർബന്ധമാണ്. ഇത് ക്ലിയർ ആയി വിചാരിക്കും. ഓരോന്നും മനസ്സിലാക്കണേ. ഇതാണ് ഒന്നാമത്തെ ഇഫ്തഅലയിൽ വരുന്ന രൂപം. നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇപ്പൊ ഏത് വന്നപ്പോ നിങ്ങൾ ഏതെങ്കിലും ഒരു മിസാലായ ഫീല് വേറെ എടുത്തു നോക്കി നിങ്ങൾ സ്വയം ഒന്ന്, ഞാൻ ഒരുപാട് ആളുകളുള്ളത് കൊണ്ട് ഓരോരുത്തരെ വിളിച്ച് ചോദിക്കാത്തത്. സാധാരണ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ഏതൊരു വാ വെച്ച് അല്ലെങ്കിൽ യാ വെച്ച് തുടങ്ങുന്ന ഒരു ഫീലിനെ ഇഫ്താലാക്കിയാൽ ഈ രൂപത്തിൽ പറയും. വസല നമ്മൾ പറഞ്ഞു, യസല പറഞ്ഞു. ഇനി വായത നേരത്തെ പറഞ്ഞു. ഇവ് തായത ഇത്തായത എന്നാണ് പറയാ. വജത ഇവ് തജത ഇത്തജത എന്നാണ് പറയും. ആ രൂപത്തിൽ ഏത് പിന്നെ മിസാലായതിനെ ഇഫ്താല രൂപത്തിലാക്കി കഴിഞ്ഞാലും ഈ രൂപത്തിൽ വരും. അപ്പം എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാഓ വന്നു കഴിഞ്ഞാൽ അതിനെ താ ആക്കിയിട്ട് ഇദ്ഗാം ചെയ്യണം. ഇനി സെക്കൻഡ് വൺ, ആ വക്ക നേരത്തെ പറഞ്ഞത് കയ്യിൽ വരും. ഇനി താഇനെ ദാലാക്കുന്നത്, താഇനെ ദാലാക്കുന്ന, ഓരോന്ന് ഓർക്കണേ, താഇനെ മാറ്റി ദാലാക്കുന്ന രൂപമാണ്. ഇതാ വക്ക താഉൽ ഇഫ്തിആൽ ബഅദ ദാലി വസ്സാഇ വദ്ദാൽ. താഉൽ ഇഫ്തിആലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വരുന്നത് ഇതും അങ്ങനത്തെ മനസ്സിലാക്കിയാൽ മതി. താഉൽ ഇഫ്തിആലിന്റെ മുൻപ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വരുന്നത്. ഫാഇന്റെ സ്ഥാനത്ത് ഏത് അക്ഷരം വരിക? ഒന്നെങ്കിൽ ദാല്, അല്ലെങ്കിൽ പുള്ളിയുള്ള ദാല്, അല്ലെങ്കിൽ സായ്. ഇതിൽ ഏതെങ്കിലും ഒരു അക്ഷരം ഫാഇന്റെ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ അവിടെ എന്ത് ചെയ്യണം? ആ ഇഫ്താലയിൽ വരുന്ന താഇനെ ദാലാക്കി മാറ്റണം. താഇനെ ദാലാക്കി മാറ്റണം. എന്ത് വന്നാല് ഫാഇന്റെ സ്ഥലത്ത് ദാലോ ദാലോ സായോ. ഒന്നുകൂടി പറയാണ്, നേരത്തെ പറഞ്ഞോന്ന് പറഞ്ഞാല് ദാല് കൊണ്ട് തുടങ്ങുന്ന ഒരു ഫിയല്, അല്ലെ ദാ കൊണ്ട് തുടങ്ങുന്ന ഒരു ഫിയല്, അല്ലെ ദാല് കൊണ്ട് തുടങ്ങുന്ന ഒരു ഫിയലിനൊക്കെ ഇഫ്താല രൂപത്തിലാക്കി കഴിഞ്ഞാൽ എന്തു വരും? ആ ശേഷമുള്ള ഇഫ്താലയുടെ താഇനെ ദാലാക്കി മാറ്റൽ നിർബന്ധമാണ്. ഉദാഹരണം പറയാം, ദഫ, അത് ദാല് കൊണ്ട് തുടങ്ങിയ ഒരു ഫിയലാണ്. അപ്പൊ അത് ഇഫ്താലാക്കുമ്പോ ഇത് തഫ എന്നുണ്ടാവും. ഇത് തഫ. അപ്പൊ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാല് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശേഷമുള്ള താഇനെ മാറ്റി ദാലാക്കും.
അപ്പൊ സ്വാഭാവികമായിട്ട് ഇദ്ഗാം ചെയ്ത് ഇദ്ദഫ എന്ന് പറയും. ദഫയുടേത് ഇത് ദഫ ഇദ്ദഫ എന്നാവും. ഏത് ദാ വന്ന പദം കൊണ്ട് തുടങ്ങിയ ഇഫ്താലാക്കിയാലും ഈ രൂപത്തിലാണ് വരിക. ധന ഇതൊക്കെ ആ രൂപത്തിലാണ് വരിക. ഇത് തന ഇദ്ദന എന്ന് പറയണം ഇഫ്താലിലേക്ക് ആക്കി കഴിഞ്ഞാൽ. അങ്ങനെ ദാ കൊണ്ട് തുടങ്ങുന്നതൊക്കെ. അപ്പൊ ഇഫ്താലിയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാ വന്നാൽ, മറ്റൊന്ന് സ വന്നു കഴിഞ്ഞാൽ സഹറ. സഹറ എന്നുള്ളതിനെ ഇഫ്താലാക്കുമ്പോൾ ഇസ് തഹറ, രണ്ടാമത് കൊടുത്തത് കറക്റ്റ് വരുന്ന രൂപമാണ്. ഇസ് തഹറ എന്നുണ്ടാവുക. അപ്പൊ അവിടെ എന്ത് സംഭവിച്ചു? ഫാഇന്റെ സ്ഥാനത്ത് സ വന്നു, സായി വന്നു. അപ്പൊ താഇനെ മാറ്റി ദാലാക്കി. അപ്പൊ ഇസ് ദഹറ എന്ന് പറയും. ഇനി അവിടെ വേണമെങ്കിൽ ദാലിനെ സായിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് ഇസ്സഹറ എന്ന് പറയും. ഇദ്ഗാമിന്റെ നിയമമാണ്. ഇസ്സഹറ എന്നും പറയാം, ഇസ് ദഹറ എന്നും പറയാം. അപ്പൊ എന്ത് ചെയ്യണം നമ്മുടെ നിയമം? സ വന്നു കഴിഞ്ഞാൽ താഇനെ മാറ്റി ദാലാക്കണം. മൂന്നാമത്തത് ലക്കറ. ലക്കറ എന്നുള്ളത് ഇഫ്താലയാക്കുമ്പോൾ ഇത് തെക്കറ എന്നാണ് പറയാം. ഇത് തെക്കറ. അവിടെ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാലാണ് വന്നത്. ദാല് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവിടെയും താഇനെ മാറ്റി ദാലാക്കണം. അപ്പൊ ഇത് ദക്കറ എന്നാണ്. ഈ ഇത് ദക്കറ അവിടെ രണ്ട് രൂപത്തിലും ഇദ്ഗാം ചെയ്തുകൊണ്ട് പറയലും ജായിസാണ്. ഇദ്ദക്കറ എന്ന് ദാലിനെ ദാലിലേക്കും ഇദ്ദക്കറ എന്ന് രണ്ടും ദാലാക്കിയിട്ട് അങ്ങോട്ടും പറയാൻ പറ്റും. ഇദ്ദക്കറ നേരത്തെ മുദ്ദക്കിർ എന്നൊക്കെ പറഞ്ഞത് ഇദ്ദക്കറ. അത് ഇത് തെക്കറ എന്നുള്ളത് താഇനെ ദാലാക്കിയിട്ട് പിന്നെ ദാലിലേക്ക് ഇദ്ഗാം ചെയ്തുകൊണ്ട് പറഞ്ഞ രൂപമാണ് ഖുർആനിൽ നേരത്തെ കാണിച്ചത്. അപ്പൊ ഇത് ദക്കറ എന്ന് പറയാം, ഇദ്ദക്കറ എന്ന് പറയാം, ഇദ്ദക്കറ എന്ന് പറയാം. മൂന്ന് രൂപത്തിലും പറയൽ ജായിസാണ്. അപ്പൊ നിയമം എന്താണെന്ന് വെച്ചാൽ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാലോ ലാലോ സായോ വന്നു കഴിഞ്ഞാൽ താഇനെ മാറ്റി ദാലാക്കണം എന്നുള്ളതാണ്. ഇതാണ് ഇഫ്താലിൽ വരുന്ന രണ്ടാമത്തെ രൂപം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു കാര്യം. അപ്പൊ രണ്ടെണ്ണം നമ്മൾ പറഞ്ഞത് മറക്കരുത്. ഒന്നാമത് പറഞ്ഞത് വാവിനെയും യാഇനെയും താ ആക്കുന്ന രൂപമാണ്. അത് ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാഓ വന്നാൽ വാവിനെയും യാഇനെയും താ ആക്കിയിട്ട് ഇദ്ഗാം ചെയ്യണം. രണ്ടാമത് താഇനെ ദാലാക്കുന്നതാണ്. അത് ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാലോ ദാലോ സായോ അക്ഷരങ്ങൾ മറക്കരുത് വന്നു കഴിഞ്ഞാൽ താഇനെ ദാലാക്കുന്നത്. മൂന്നാമത്തത് താഇനെ ത്വ ആക്കുന്നതാണ്. താഇനെ ത്വ ആക്കുന്നത്. ഇത് ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് സ്വാദോ ലാദോ ത്വഓ ലാഓ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ? സ്വാദ്, ലാദ്, ത്വാ, ഈ പറയപ്പെട്ട ഏതെങ്കിലും അക്ഷരങ്ങൾ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വന്നാൽ, നേരത്തെ പറഞ്ഞ പറയുകയാണെങ്കിൽ സ്വാ കൊണ്ട് തുടങ്ങിയ ഒരു ഫീല് അല്ലെ ലാദ് കൊണ്ട് തുടങ്ങിയത്, ത്വാ കൊണ്ട് തുടങ്ങിയത്, ലാ കൊണ്ട് തുടങ്ങിയ ഒരു ഫീലിനെ ഇഫ്താലിലാക്കുമ്പോൾ ഈ മാറ്റം വരും. അതുകൊണ്ട് നമ്മളെപ്പോഴും വഫിൽ ഇസ്തിലാഹി എന്നൊക്കെ പറയും. ഇസ്തിലാഹ്, ഇസ്തിലാഹ് എന്നുള്ള ഈ സു ത്വ ഇസ്തിലാഹ് എന്നാ പറയാ. ഇത് ഏതാ വസ്ന് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആളുകൾ കിട്ടൂല, അറിയാത്തവർക്ക്. അത് കൃത്യമായിട്ട് ഇസ്തിലാഹ് എന്നുള്ളത് സത്യത്തിൽ സ്വലഹ എന്നതിന്റെ ഇഫ്തഅല വസ്നാണ്. അപ്പൊ ഈ സുതലഹ എന്നാണ് ഉണ്ടാവുക. പിന്നെ എന്ത് ചെയ്താണ്? ഫാഇന്റെ സ്ഥാനത്ത് സ്വാദ് വന്നതുകൊണ്ട് താഇനെ മറിച്ച് ത്വ ആക്കി ഇസ്തലഹ ആക്കിയതാണ്. അതിന്റെ മസ്തറാണ് ഇസ്തലഹ യസ്തലിഹു ഇസ്തിലാഹ് എന്ന് വരുന്നത്. ലുഗത്തൻ വസ്തുലാഹിന്റെ ഒക്കെ നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ആ ഒരു പദം പറഞ്ഞതേ ഉള്ളൂ. മറ്റൊന്നാണ് സ്വബറ. അപ്പൊ സ്വബറ എന്നത് സ്വാദ് കൊണ്ട് തുടങ്ങിയതാണ്. അതിനെ ഇഫ്താലിലേക്ക് മാറ്റുമ്പോൾ ഈ സുതബറ എന്നാണ് സത്യത്തിൽ വരിക. ഈ സുതബറ ഇഫ്താല വസ്നായി. ഇവിടെ എന്ത് സംഭവിച്ചു? ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് സ്വാദ് വന്നു. അപ്പൊ ശേഷമുള്ള താഇനെ ത്വ ആക്കി മാറ്റി ഇസ്തബറ എന്ന് പറയണം. ലാദ് വന്നാൽ ലജഅ. ലജഅ എന്നത് ഇൽതജഅ എന്നാ പറയാ. ഇൽതജഅ ഇഫ്താല വസ്ന്. അപ്പൊ ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ലാദ് വന്നു. അപ്പൊ ശേഷമുള്ള താഇനെ മാറ്റി ത്വ ആക്കുമ്പോ ഇൽതജ, ഇൽതിജ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇൽതജ എന്ന് പറയും. ത്വഅന കുത്തിയെന്നില്ല, ത്വഅന. ത്വഅനയുടേത് ത്വ കൊണ്ട് തുടങ്ങി. അപ്പൊ ഇഫ്താലാക്കുമ്പോ ഇത്തു തഅന എന്നുണ്ടാകും. ഇത്ത് ത്വഅന. അപ്പൊ ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ത്വ വന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? താഇനെ മാറ്റി ത്വ ആക്കി ഇദ്ഗാം ചെയ്ത് ഇത്വഅന എന്ന് പറയും. ഈ ത്വഅന എന്നാക്കിയിട്ട് ഇദ്ഗാം കൂടി ചെയ്യുമ്പോൾ ഇത്വഅന എന്ന് പറയും. ഇങ്ങനെ ത്വ വന്നാൽ. നാലാമത്തെ ലലമയാണ്. ലലമ എന്നുള്ളത് ലാദ് കൊണ്ട് തുടങ്ങിയതാണ്. ലാ കൊണ്ട് തുടങ്ങിയതാണ്. ലാ കൊണ്ട് തുടങ്ങിയത് ഇത് ഇഫ്താലാക്കിയപ്പോൾ ഈ ലുത്തലമ എന്നാണ് ഉണ്ടാവുക. ഇഫ്താലിലേക്ക് ആക്കുമ്പോൾ ഇഫ്താലിയുടെ ഫാഇന്റെ സ്ഥാനത്ത് ലാ വന്നത് കൊണ്ട് താഇനെ മറിച്ച് ത്വ ആക്കി ഇൽത്വലമ എന്ന് പറഞ്ഞു. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇവിടെയും മുദ്ദജിർ എന്നൊക്കെ പറഞ്ഞതുപോലെ ഇവിടെയും രണ്ട് രൂപത്തിൽ പറയാം.
ലാദിനെ ഇദ്ഗാം ചെയ്തുകൊണ്ട് ഇല്ലലമാന്ന് പറയാം, ത്വായിലേക്ക് ചെയ്തുകൊണ്ട് ഇത്വലമാന്ന് പറയാം. ഇല്ലലമൂന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അതിന്റെ അസല് ഈ ഇല്ലുത്തലമാന്നാണ്. അത് മാറ്റി ഇൽത്വലമാക്കി അതിനെ ഇദ്ഗാം ചെയ്തുകൊണ്ടാണ് ഇല്ലലമാന്ന് വന്നത്. അങ്ങനെയും പറയാം. അപ്പൊ നിയമം അതാണ്, ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് സ്വാദോ ലാദോ ത്വാഓ ലാഓ വന്നു കഴിഞ്ഞാൽ താഇനെ മാറ്റി ത്വാ ആക്കണം. ഇത് ഇഫ്തഅലയിൽ വരുന്ന മറ്റൊരു ഇബ്ദാലി ഇഴലാണ്. ഇതൊക്കെ നിർബന്ധമായ ഇബ്ദാലി ഇഴലാണ് പറയുന്നത്. ഈ ജായിസ് ആയിട്ട് വരാറുണ്ട്. ജായിസ് ആയത് മനസ്സിലാക്കി വെക്കണം, കാരണം പരീക്ഷയ്ക്ക് ചോദിച്ചതിൽ അതും വന്നിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞാല് ഇഫ്താല, ഇവിടെ ശ്രദ്ധിക്കണേ, ഇത് വേറൊരു രൂപത്തിലാണ്. ഇഫ്താലിയുടെ ഐനിന്റെ സ്ഥാനത്ത്, നമ്മൾ ഫാഇന്റെ സ്ഥാനത്താണ് പറഞ്ഞത്. ഇനി ഐനിന്റെ സ്ഥാനത്ത് അവിടെ കൊടുത്ത അക്ഷരങ്ങളില്ലേ, എത്ര അക്ഷരങ്ങൾ? താ, ത്വാ, സാ, ദാല്, ദാല്, സാ, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, ലാ. 11 അക്ഷരങ്ങൾ. താ, ത്വാ, സാ, ദാല്, ദാല്, ദായ്, സീന്, ഷീന്, സ്വാദ്, ലാദ്, ത്വാ, സോറി ലാ. ഈ 11 അക്ഷരങ്ങൾ ഏതെങ്കിലും ഒന്ന് ഐനിന്റെ സ്ഥാനത്ത് വന്നാൽ ആ അക്ഷരങ്ങളൊന്നും നല്ലോണം നിങ്ങൾ പോയിട്ട് പഠിക്കാം. ത്വാ, താ, ത്വാ, സാ, ദാല്, ദാല്, സായ്, സീന്, ഷീന്, സ്വാദ്, ലാദ്, ലാ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ജാസ നഖ്ലു ഹർക്കത്തി താഇൽ ഇഫ്തിയാൽ ഇലൽ ഫാഇ. ഇഫ്തിയാലിന്റെ താഇന്റെ ഹർക്കത്ത്, അതെന്താ? ഇഫ്തിയാൽ എന്ന് പറയുമ്പോൾ ആ താ വരുന്ന ഹർക്കത്ത് ഉണ്ടല്ലോ, ഇഫ്തഅലയുടെ ഈ ഇഫ് ത, ആ ത എന്ന് വരുന്ന ഫതഹ്, ആ ഹർക്കത്ത് എങ്ങോട്ട് മാറ്റുക? ഫായിലേക്ക് മാറ്റാം. ഈ ഇഫ് നമ്മൾ കാണിക്കും, നല്ലോണം കാണിക്കും, ജസ്റ്റ് ഒന്ന് പറഞ്ഞതിന് ശേഷം. എന്നിട്ട് എന്ത് ചെയ്യുക? അപ്പൊ സ്വാഭാവികമായിട്ടും ഹംസ പോകും, അപ്പൊ ഫാത്ത് അലാന്ന് വരും. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുക? അതിനെ ഐൽ ഇദ്ഗാം ചെയ്യുക. ശേഷമുള്ള അക്ഷരം ഏതാണോ അതുപോലെ ആക്കിയിട്ട് മാറ്റിയിട്ട് ഐൽ ഇദ്ഗാം ചെയ്തുകൊണ്ട് പറയാം. എന്നിട്ട് ഫഅല എന്ന രൂപത്തിലും ഫിഅല എന്ന് ആദ്യത്തിൽ ഫതഹ് കൊടുത്തുകൊണ്ടും ആദ്യത്തിൽ കസ്റ് കൊടുത്തുകൊണ്ടും പറയാം. ഒന്ന് പറഞ്ഞാൽ മനസ്സിലാവും. നോക്ക്, ഇത് ശ്രദ്ധിച്ചിട്ട് അങ്ങോട്ട് പോവാം. ഉദാഹരണത്തിന് കായികയിലേക്ക് നാളെ ഇഖ്തസമ. ഇവിടെ എന്താ സംഭവിച്ചത്? ഇഫ്തഅലയുടെ ഐനിന്റെ സ്ഥാനത്ത് സ്വാദായി അല്ലെ? ഹസമ എന്ന് വരുമ്പോ നടുക്ക് സ്വാദ് വന്നതിന് ഇഫ്താലാക്കുമ്പോഴേ ഇത് സംഭവിക്കാം. നമ്മൾ 11 അക്ഷരത്തിൽപ്പെട്ട ഒന്നാണ് സ്വാദ്. ഇതാണ് ഖുർആനിൽ നേരത്തെ ചോദിച്ചത്. ഈ ഇഖ്തസമ എന്നാണ്. ഇവിടെ ഐന്റെ സ്ഥാനത്ത് സ്വാദായി. ഓക്കെ ആണല്ലോ? അങ്ങനെ വന്നാൽ എന്ത് ചെയ്യണം എന്നാ പഠിച്ചത്? താഇന്റെ ഹർക്കത്തിനെ മുമ്പുള്ളതിലേക്ക് കൊടുക്കണം. അപ്പൊ താഇന്റെ ഹർക്കത്ത് ഏതാ? പറഞ്ഞ ഫതഹ്, അതിന് മുമ്പുള്ളിലേക്ക് കൊടുക്കും. മുമ്പുള്ളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചു? നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. സുക്കൂന് വരുന്നത് കൊണ്ട് കൊടുക്കുന്ന ഹംസയാണല്ലോ വസ്ലിന്റെ ഹംസ, അതങ്ങ് കളയും. ഹാ എന്ന് വന്നു കഴിഞ്ഞാൽ ഹാ ത് സമാനായി. ഇപ്പൊ ഹാ തു സമാനായി, കാരണം താഇന്റെ ഫതഹ് മുമ്പുള്ള ഹാ കൊടുത്തു, അപ്പൊ താ സുക്കൂനായി, ഹംസയെ കളയുകയും ചെയ്തു. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ ആക്കിയിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താ? ആ താഇനെ മാറ്റി ശേഷം ഏതാണോ അക്ഷരം വന്നത് അതാക്കിയിട്ട് തായിനെ മാറ്റും. ഇന്ന അക്ഷരം ആക്കണം എന്നല്ല, അവിടെ സ്വാദ് വന്നത് കൊണ്ട് തായിനെ സ്വാദാക്കി. ഇനി ലാ ആയിന് വന്നതെങ്കിൽ തായിനെ ലാ ആക്കും. ഇനി സീനാണ് വന്നതെങ്കിൽ തായിനെ സീനാക്കും. നമ്മൾ നേരത്തെ 11 അക്ഷരങ്ങൾ പറഞ്ഞു. ഏതാണോ അതിന്റെ സ്ഥാനത്ത് വന്നത് അത് അക്ഷരമാക്കിയിട്ട് തായിനെ മാറ്റും. എന്നിട്ട് ഇദ്ഗാം ചെയ്യും. ഇദ്ഗാം ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഹസ്സമാനല്ലേ വരിക? കറക്റ്റ്. ഹ ഫതഹ് കൊടുത്ത്. ഇനി വേണമെങ്കിൽ ഹിസ്സമ എന്നും പറയാം, കെസ്റാക്കിയും മാറ്റാം. ഹസ്സമ അല്ലെങ്കിൽ ഹിസ്സമ. ഹസ്സമ എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിന്റെ മുദാരി യഹസ്സിമു എന്നായിരിക്കും. യഹസ്സിമു. ഫഅല യഫഇൽ. നേരത്തെ മറ്റേ ഫഅല അല്ലോട്ടോ, ഇത് നമ്മൾ ഫഅല എന്നൊരു വസ്ന് പഠിക്കുന്നുണ്ട്. അത് ഫഅല യുഫഇലു തഫ്ഈൽ എന്നത്, അതുമായിട്ട് ബന്ധമില്ല. അത് യുഫഇലു ആണ്. ഇത് ഫഅല എന്ന് വരും. ഹസ്സമ എന്ന് വന്നാൽ യഹസ്സിമു. ഇനി കെസ്റ് കൊടുത്തുകൊണ്ട് ഹിസ്സമ എന്ന് പറഞ്ഞാൽ യഹിസ്സിമു. ഹസ്സമ എന്ന് പറഞ്ഞാൽ യഹസ്സിമു, ഹിസ്സമ എന്ന് പറഞ്ഞാൽ യഹിസ്സിമു. അതാണ് യഹിസ്സിമു എന്ന് ഖുർആനിൽ വന്നിട്ടുള്ളത്. ഏത്? ഇഖ്തസമ എന്നതിനെ മാറ്റിയിട്ട് ഹിസ്വമ എന്നാക്കിയിട്ട് അതിനെ ജമ്മാക്കിയ രൂപമാണ്. അതിന്റെ മുദാരിയാണ് യഹിസ്സിമു, അതിന്റെ ജമ്മാണ് യഹിസ്സിമൂൻ. അത് വേണേ യഹസ്സിമു എന്നായിരുന്നെങ്കിലും കുഴപ്പമില്ല, കാരണം അത് ഹസ്സമ എന്നുള്ളതിന് മുദാരിയാവും, യഹസ്സിമു എന്നാവും. ഇനി വേണമെങ്കിൽ ഈ സ്വാദിന്റെ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും അക്ഷരം നടുക്ക് വരുന്ന ഒരു പദം നിങ്ങൾ ഒന്ന് അങ്ങനെ ആലോചിച്ച് നോക്കൂ. ഇപ്പൊ നസ്വറ, ഉദാഹരണം പറയാം. സ്വാദ് തന്നെ വന്നു, നസ്വറ. അതാണ് ഇഫ്താലാക്കി കഴിഞ്ഞാൽ ഇന്തസ്വറ എന്നാവും. ഇപ്പൊ ഈ പണിയൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇന്തസ്വറ എന്നുള്ളതിന്റെ നൂനിലേക്ക് എന്ത് കളി ഹർക്കത്ത് കൊടുക്കും? തായിന്റെ അലിഫിനെ കളി നത്ത് സ്വറ എന്നാവും. പിന്നെ തായിനെ സ്വീന സ്വാദാക്കി ഇതാം ചെയ്യും, നസ്വറ എന്ന് പറയാം, അല്ലെങ്കിൽ നിസ്വറ എന്ന് പറയാം. ഇങ്ങനെ വഴി ഉണ്ട് എന്ന് മനസ്സിലാക്കി വെക്കാന്നേ ഉള്ളൂ.
വഴിയില്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്താൽ മതി എളുപ്പത്തിൽ? ഈ സ്വാദ് അല്ല അതിന്റെ സ്ഥാനത്ത് ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഫഅല എന്നോ ഫിഅല എന്നോ പറയാം. ഫഅല അല്ലെങ്കിൽ ഫിഅല എന്ന രൂപത്തിലേക്ക് മാറ്റി പറയൽ ജായിസ് ആണ്, നിർബന്ധമുള്ളതല്ല. ഫഅല എന്നാണെങ്കിൽ മുദാരി വരിക യഫഇലു എന്നാണ്, ഫിഅല എന്നാണെങ്കിൽ മുദാരി വരിക യഫിഇലു എന്നുമാണ്. അപ്പൊ ഈ ഇത്രയും കാര്യങ്ങളാണ് ഇഫ്തഅലയുടെ ഇബ്ദാൽ ഇഅ്ലാൽ വരുന്ന പ്രധാനപ്പെട്ട 4 എണ്ണം. മറക്കരുത്, ആദ്യത്തിൽ നമ്മൾ പറഞ്ഞത് ഇഫ്തഅലയുടെ വാവിനെയും യാഇനെയും താ ആക്കി മാറ്റുന്ന രൂപമാണ്. അത് ഇഫ്തഅലയുടെ ഫാഇന്റെ സ്ഥാനത്ത് വാവോ യാഓ വന്നു കഴിഞ്ഞാൽ അതിനെ എന്താക്കി മാറ്റണം എന്നാണ് പറഞ്ഞത്? താ ആക്കി മാറ്റി ഇദ്ഗാം ചെയ്യണം. അങ്ങനെ വരും ഒന്നാമത്തത്. രണ്ടാമത്തത് താഇനെ മാറ്റി ദാലാക്കുന്ന രൂപം. ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് ദാലോ ദാലോ സായോ വന്നു കഴിഞ്ഞാലാണ് ഈ മാറ്റം ഉണ്ടാവുക. മൂന്നാമത്തത് ഇഫ്താലയുടെ താഇനെ ത്വാ ആക്കി മാറ്റുന്ന രൂപമാണ്. അത് ഇഫ്താലയുടെ ഫാഇന്റെ സ്ഥാനത്ത് സ്വാദോ ലാദോ ത്വാഓ ലാഓ വന്നാലാണ് ഈ മാറ്റം ഉണ്ടാവുക. അവസാനത്ത് ഇഫ്താല എന്നുള്ളത് ഫഅല എന്നോ ഫിഅല എന്നോ ആക്കി മാറ്റുന്ന രൂപമാണ്. അത് ഈ പറയപ്പെട്ട 11 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഐനിന്റെ സ്ഥാനത്ത് വന്നാലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ അല്ല ഐന്റെ സ്ഥാനത്ത് വന്നാലാണ് എന്നുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇനി ഇബ്ദാൽ ഇഅ്ലാൽ ഇതുപോലത്തെ പ്രധാനപ്പെട്ട രസകരമായ കാര്യങ്ങൾ ധാരാളം പറയാനുണ്ട്. ഈ ക്ലാസ് ഈ ഒരു ചെറിയ സെഷനിലൂടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ്. വഅഖ്തതിമു കലാമി ബിഹാദാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട നസ്രുദ്ദീൻ സാർ, ഏറെ പ്രിയങ്കരായ ഫോക്കസ് അക്കാദമിയിലെ PSC പഠിതാക്കളെ, ഇനി ഒരു സംസാരത്തിൻ്റെ ആവശ്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ വേഗം കൺക്ലൂഡ് ചെയ്യാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. അതിൽ തുടക്കം മുതൽ ഏകദേശം അവസാനം വരെ ഉള്ള സംസാരങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അപ്പോൾ ഇന്ന് ആരെയും നേരത്തെ മുനവർ ടീച്ചറൊക്കെ പറഞ്ഞ പോലെ മോട്ടറാക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും ഇന്ന് അത്യാവശ്യം മോട്ടർ ആയിരിക്കും. എന്നുവെച്ചാൽ നിങ്ങളുടെ ആവേശമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കോഴ്സിന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ എക്സാമിന് അപ്ലൈ ചെയ്ത ഒരു സന്ദർഭം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും നല്ല ആവേശം ഉണ്ടാവും. അടുത്തൊരു PSC എക്സാമിൽ എന്തായിരുന്നാലും ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെടണം എന്ന നിലയിലാണ് നമ്മളൊക്കെ ഇത്തരത്തിൽ ഒരു കോഴ്സിൻ്റെ തുടക്കത്തിൽ ഈ ഒരു ആവേശത്തോടു കൂടി നിലനിൽക്കുന്നത്. പക്ഷെ ഇത് എക്സാം വരെ സ്ഥിരമായി നമുക്ക് എത്ര കൊണ്ട് നടക്കാൻ സാധിക്കുന്നോ അതനുസരിച്ചായിരിക്കും നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുക എന്നുള്ളത് പ്രത്യേകം നിങ്ങളെ അറിയിക്കേണ്ടതില്ല. എന്നാലും അതൊന്നുകൂടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോ ദിവസവും നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും. അപ്പോൾ ആ ലൈവ് ക്ലാസ്സുകളിൽ ഞാനുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഇതിൽ നിങ്ങൾക്ക് കോഴ്സിലുള്ള സൗകര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ലൈവ് ക്ലാസ് അഥവാ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതിരുന്നാൽ, ഇനി അറ്റൻഡ് ചെയ്തു അത് തന്നെ വീണ്ടും വീണ്ടും കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിലൊക്കെ കേൾക്കാവുന്ന രൂപത്തിൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ റെക്കോർഡഡ് വീഡിയോ ലിങ്ക് തൊട്ടടുത്ത ദിവസം തന്നെ ഗ്രൂപ്പിൽ ലഭിക്കും. അത് നമുക്ക് നല്ലൊരു സൗകര്യമാണ്. പക്ഷേ അതാണ് പലപ്പോഴും പലരെയും വഞ്ചിക്കാറുള്ളത്. എന്ന് വെച്ചാൽ ചിലപ്പോൾ എന്ത് വെച്ചാൽ നമ്മൾ ഒരു ദിവസം ഫസ്റ്റത്തെ 2-3 ദിവസം സജീവമായിട്ടുണ്ടാവും. പിന്നെ എന്തോ ഒരു ചെറിയൊരു തിരക്കാവുമ്പോൾ നമ്മളിപ്പോൾ ലൈവിൽ കയറിയിട്ടുണ്ടാവില്ല. അപ്പോൾ തൊട്ടടുത്ത ദിവസം നമ്മൾ ആ ക്ലാസ് കേട്ടിട്ടാവണം അതിനോടടുത്ത ദിവസത്തെ ലൈവിൽ കയറാൻ. പക്ഷെ ആ ഒരു ക്ലാസ് അവിടെ പെൻഡിങ് ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കും എന്ത് അതിനേതായാലും അത് കേട്ടിട്ടാവാം ഇന്നത്തെ കേൾക്കാനെന്ന് വിചാരിക്കും. പക്ഷെ ആ പെൻഡിങ്ങിലിടുന്ന ക്ലാസ്സുകൾ പിന്നെ അവിടെ അങ്ങനെ അട്ടിയായി നിന്ന് പിന്നെ നമുക്ക് എന്തെങ്കിലും ഒന്നുകിൽ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരിക, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു മോട്ടിവേഷൻ വരുമ്പോഴായിരിക്കും നമ്മൾ പിന്നെ തിരിച്ചു പോരാൻ ശ്രമിക്കുക. അപ്പോഴും നമ്മളുടെ മുമ്പിൽ ഈ കൂമ്പാരമായിട്ടുള്ള ക്ലാസ്സുകളും PDF ഉണ്ടാവും. അതൊക്കെ തീർത്തിട്ട് എന്ത് ചെയ്യാം, ഇനി ലൈവ് ക്ലാസ്സിൽ കയറാം എന്ന് വിചാരിച്ചാൽ പിന്നെ നമുക്കൊരിക്കലും ഈ ഒരു കോഴ്സ് പ്രയോജനപ്പെടൂല. മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ കയ്യിൽ ഒരു നോട്ടും ഇല്ലാത്തൊരു സമയത്ത് നമുക്ക് എക്സാമിനൊക്കെ പോകാനൊരു ആവേശം ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ നമ്മളുടെ മനസ്സിലുണ്ടാവുക ഏതാനും ചില അറിയുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അതനുസരിച്ചൊക്കെ നോക്കുമ്പോൾ ഞാൻ അത്യാവശ്യമൊക്കെ എനിക്ക് അറബിയിലെ വിഷയങ്ങളൊക്കെ അറിയാം എന്നുള്ള നിലയ്ക്ക് നമ്മൾ പോയി എഴുതാൻ ശ്രമിക്കും. പക്ഷെ മെറ്റീരിയൽസ് മുഴുവൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്രയും സംഗതികൾ ഉണ്ടായിട്ട് ഇതൊന്നും തുറന്നു നോക്കാനോ അല്ലെങ്കിൽ വായിക്കാനോ സാധിക്കാത്ത നമ്മൾ പിന്നെ എക്സാമിന് പോകുമ്പോൾ ടെൻഷനോട് കൂടി പോവേണ്ടി വരും.
ആ ഒരു അവസ്ഥ നമുക്ക് ആർക്കും ഉണ്ടാവരുത്. ഇന്ന് മുതൽ തന്നെ നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം എന്നാണ് എല്ലാവരോടും ഉണർത്താനുള്ളത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ സിലബസിന്റെ ഓരോ ഏരിയയും സിലബസ് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കുക തന്നെ വേണം. ആ സിലബസിൽ ഇപ്പോൾ ഏതൊക്കെ ഭാഗങ്ങളുണ്ട്, അതിൽ എന്തെല്ലാം നമുക്ക് പിന്നെ പഠിക്കാനുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് അന്നസറു ഫിൽ അസ്റിൽ ഉമവി ആണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനമുള്ളത് നമുക്കറിയാം ഖത്വാബത്താണ്, ഖുത്തുബയാണ്. ആ ഖുത്തുബയിൽ തന്നെ ഏറ്റവും പ്രസിദ്ധരായ 4 പ്രാസംഗികർ ആരെന്ന് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കിട്ടണം മനസ്സിൽ. അവരെ കുറിച്ച് ചെറിയൊരു പിക്ചർ നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇങ്ങനെ സിലബസിന്റെ ഏതൊരു ഏരിയയും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഇപ്പൊ സാധാരണഗതിയിൽ എന്നോടൊക്കെ പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട്, സാർ നിങ്ങളൊക്കെ എക്സാം എഴുതുന്നുണ്ടോ ചോദിക്കും. അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ചോദിച്ചാൽ, ഇപ്പൊ ഞാൻ സാധാരണ ക്ലാസ് എടുക്കാറുള്ളത് ബലാഗയും അറൂദുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകൾ പിന്നെ കോമൺ വൽക്കരിക്കുക ചെയ്യുക. അറൂദും ബലാഗയും എടുക്കുന്ന ഖാലിദ് സാറിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇപ്പൊ ബാക്കിയുള്ളതൊക്കെ വളരെ സിമ്പിൾ അല്ലേ എന്നാണ് വിചാരിക്കുക. അങ്ങനല്ല. നമ്മൾ ഏതൊരു ഏരിയ ആണോ നമ്മൾ സ്വാഭാവികമായിട്ടും പഠിക്കുന്നത്, അതേപോലെ തന്നെ ക്ലാസ് എടുക്കുന്നത്, ആ ഏരിയയിൽ നമ്മൾ മാസ്റ്റേഴ്സ് ആയിരിക്കും. നമുക്ക് അതിൽ കുറച്ച് അറിവുണ്ടാവും. ഇതേപോലെ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ നമുക്ക് ഓരോ ഏരിയയിലും നമ്മൾ മാസ്റ്റേഴ്സ് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ആദ്യ റാങ്കുകളിൽ ഉൾപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്ലാസ് എടുക്കുന്ന ഏരിയ എനിക്ക് നന്നായിട്ട് അറിയും. പക്ഷെ അല്ലാത്ത ഏരിയ ഞാൻ എന്ത് ചെയ്യണം, സ്വാഭാവികമായിട്ട് ഞാൻ പഠിക്കണം. അത് ഞാൻ പഠിക്കാത്തിടത്തോളം കാലം ഞാൻ പിറകിലായിരിക്കും. ഈ ഒരു ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. നമ്മുടെ സിലബസിൽ ആദ്യ ഭാഗത്ത് 20 മാർക്കിന് GK, പിന്നീട് വരുന്ന 80 മാർക്കിനുള്ള അറബിക്കിന്റെ ഭാഗങ്ങൾ, അത് പരമാവധി ഈ ഒരു എക്സാം വരുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ട് പഠിക്കുക. ക്ലാസ്സുകളൊക്കെ ഏറ്റവും നല്ല രൂപത്തിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. പോസിറ്റീവായിട്ട് നമ്മൾ നമ്മുടെ ഈ ഗ്രൂപ്പുകളൊക്കെ ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ തന്നെ നമുക്ക് 4 ഗ്രൂപ്പുകൾ ഉണ്ട്, നമുക്കറിയാം. എല്ലാവർക്കും 4 ഗ്രൂപ്പിന്റെ ലിങ്ക് ലഭിച്ചിട്ടുണ്ടാവും. അതിൽ 4ലും നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇപ്പോഴും പലരും ജോയിൻ ചെയ്തിട്ടില്ല. ഒന്നാമത്തെ ഗ്രൂപ്പിൽ മാത്രം ജോയിൻ ചെയ്ത ആളുകൾ ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ക്യാഷ് പേ ചെയ്ത സമയത്ത് തന്നെ നിങ്ങളുടെ പ്രൈമറി ഡീറ്റെയിൽസ്, പേരും സ്ഥലവും ഫോൺ നമ്പറൊക്കെ നിങ്ങൾ ഫിൽ ചെയ്ത് തന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് 4 ഗ്രൂപ്പിന്റെ ലിങ്ക്, അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിന്റെ ലിങ്കും അയച്ചു തന്നിട്ടുണ്ട്. അതിൽ 4ലും നിങ്ങൾ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഈ 4 ഗ്രൂപ്പും നമ്മൾ ഇനി എക്സാം വരെ ശ്രദ്ധിക്കുക തന്നെ വേണം. അതായത് നമ്മളിപ്പോ വാട്സപ്പിൽ പല ഗ്രൂപ്പുകൾ നമുക്കുണ്ടാവും, അതേപോലെ ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ടാവും. അതിലെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ചിലരുണ്ടാവും, ചില ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതിൽ ഇനി നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് അടുത്ത PSCയിൽ ആദ്യ റാങ്കിൽ നമ്മൾ വരിക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രയോറിറ്റി നമ്മൾ എന്ത് ചെയ്യുക, ഈ 4 ഗ്രൂപ്പുകൾക്ക് കൊടുക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിലാണ് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുക. എന്നതല്ലാതെ ഒരു 1990 രൂപ അങ്ങോട്ട് അടച്ചു എന്നുള്ളത് കൊണ്ട് ഒരിക്കലും നമ്മൾ ആരും ആദ്യ റാങ്കുകൾ എത്തൂല. എന്നാൽ തീർച്ചയായും നിങ്ങൾ കൂടെ സഞ്ചരിക്കുകയാണോ, ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലക്ഷ്യത്തിലെത്താനും സാധിക്കും. അത് കഴിഞ്ഞ കാല നമ്മുടെ റിസൾട്ടുകളിലൊക്കെ അൽഹംദുലില്ലാ പലരും പങ്കുവച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരിക്കലും ആരും വിചാരിക്കരുത് ഫോക്കസിൽ അധ്യാപകരല്ല PSC ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഞാനത് പറയുന്നത്, നമ്മൾ കൃത്യമായി സിലബസ് ഓറിയന്റഡ് ആയി പഠിക്കുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യം ഉണ്ടാവും നമ്മൾ എവിടെ നിൽക്കുന്നു. അതേപോലെ തന്നെ ഓരോ ഏരിയയെ കുറിച്ചും നമുക്ക് കൃത്യമായ ധാരണ ഉണ്ടാവുമ്പോൾ നമുക്ക് ഏത് രൂപത്തിൽ ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ നമുക്ക് സാധിക്കും. ആ രൂപത്തിലേക്ക് നമ്മൾ ഉയരുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു പഠന സംവിധാനത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. ആ തലങ്ങളിലേക്ക് ഉയരാൻ നമുക്കൊക്കെ സാധിക്കുക തന്നെ ചെയ്യും. ആ രൂപത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത PSC എക്സാമിൽ എല്ലാവർക്കും ഉന്നതമായ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്.